Hi. Welcome back to the newspaper analysis session brought to you by Island Eyes Ignite Foundation. ഇന്ന് നമ്മൾ മേജർലി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് October 9th ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. പക്ഷേ ഐ ഹവ് പിക്ഡ് ഔട്ട് സം ഓഫ് ദി ടോപ്പിക്സ് ദാറ്റ് വി ഹവ് ലെഫ്റ്റ് ഫ്രം ദി പ്രീവിയസ് ഡേയ്സ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെ ആർട്ടിക്കിൾസ് നോക്കാനുള്ളത് എന്നുള്ളത് നമുക്ക് ആദ്യമേ കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ന് വന്നിട്ടുള്ള ഒരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷനെ കുറിച്ചിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. നമ്മുടെ കേരളയിൽ തന്നെയുള്ളൊരു IAS ഓഫീസർ, ഒരു ഡെപ്യൂട്ടി ലോ കമ്മീഷണർ എഴുതിയൊരു ഡെപ്യൂട്ടി ലോ സെക്രട്ടറി എഴുതിയൊരു ആർട്ടിക്കിളാണ്. നല്ല രസമുണ്ട് അത് കാണാം. ഇറ്റ് ഇസ് ലിങ്ക്ഡ് ടു ആക്ച്വലി അനദർ ന്യൂസ്, അതും നമുക്ക് നോക്കാം. പിന്നെ നമുക്കൊരു എഡിറ്റോറിയൽ ആസ് വെൽ ആസ് എക്സ്പ്ലെയിൻ. ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കഫ് സിറപ്പിൻ്റെ ഇഷ്യൂ ഇറ്റ് ഹസ് ബീൻ ഇൻ ദ ന്യൂസ് ഫോർ ദ ലാസ്റ്റ് 1 week. അത്ര നല്ലൊരു ന്യൂസ് അല്ല, പക്ഷേ വിൽ ലുക്ക് ഇറ്റ് ഇൻ ടു ദാറ്റ്. ഓക്കെ, നമുക്ക് ആർട്ടിക്കിൾ വരുമ്പോഴത്തേക്ക് കാണാം. പിന്നെ നമുക്കൊരു ഇന്നലത്തെ ഒരു സയൻസ് പേജിനകത്ത് വന്നിട്ടുള്ള ഹൗ ദി ബാറ്റ്സ് ഹാവ് ഇവോൾവ് ടു ബിക്കം ദി ഓൺലി മാമൽസ് ടു ഫ്ലൈ. അപ്പോൾ അതിനെന്തെങ്കിലും എന്താണ് അതിൻ്റെ സയൻറ്റിഫിക് റീസൺ എന്ന് പറയുന്നത് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ്. പിന്നെ നമ്മുടെ ഒരു റിന്യൂവബിൾ എനർജിയുടെ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ആർട്ടിക്കിളാണ്. പിന്നെ നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ പറയുന്നത് സ്ട്രാറ്റജിക് ഓട്ടോണമി നമ്മൾ എല്ലാ ഇതിനകത്ത് നമ്മൾ കാണാറുണ്ട് ഏതെങ്കിലും കോണ്ടെക്സ്റ്റിൽ. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മുടെ EAM ജയശങ്കർ, നമ്മുടെ എക്സ്റ്റേണൽ അഫയർസ് മിനിസ്റ്റർ, അദ്ദേഹം ഒന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതൊരു ഇന്ത്യൻ എക്സ്പ്രസ്സിലെ എഡിറ്റോറിയലാണ്. പിന്നെ നമുക്കൊരു പുതിയൊരു ഗ്രീൻഫീൽഡ് എയർപോർട്ട് വന്നിട്ടുണ്ട്. എന്താണ് ആ ഗ്രീൻഫീൽഡ് എന്ന് പറയുന്നത്, എന്തും അതെന്ത് എയർപോർട്ടാണ്, എവിടെയാണ് വന്നതെന്നുള്ളതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു നല്ലൊരു ആർട്ടിക്കിളാണ്. ഒരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിനെ കുറിച്ചൊരു എഴുതിയിട്ടുള്ളതാണ്. ബേസിക്കലി എഴുതിയിട്ടുള്ളത് ഫൈസൽ CK എന്ന് പറയുന്ന സാറാണ്. ഹീസ് എ ഡെപ്യൂട്ടി ലോ സെക്രട്ടറി ടു ദ ഗവൺമെൻറ് ഓഫ് കേരള. ആർട്ടിക്കിളിലേക്ക് വരുന്നതിന് മുന്നേ ഒരു 2 days ബിഫോർ വന്നിട്ടുള്ള ഒരു ഹിന്ദുവിലെ എഡിറ്റോറിയലാണ്. നമ്മൾ ലഡാക്കിൻ്റെ ഇഷ്യൂ ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താണ് അവരുടെ പീപ്പിളുടെ ഡിമാൻഡ് എന്നും ഗവൺമെൻറ് സൈഡിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷേ വൺസ് വി ഹവ് ടേക്കൺ ദ ടോപ്പിക് ഇൻ മച്ച് ഡീറ്റെയിൽ, അതിനുശേഷം നമ്മൾ സബ്സിക്വൻ്റ് ആയിട്ട് വരുന്ന ഡെവലപ്മെൻറ്റ്സ് അങ്ങനെ എടുക്കാറില്ല. അതുകൊണ്ടാണ് അന്ന് ഈ എഡിറ്റോറിയൽ വരുന്ന സമയത്ത് നമ്മളിത് പിക്ക് ഔട്ട് ചെയ്യാത്തത്. പക്ഷേ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു നല്ലൊരു എന്താ പറയുക, ഒരു ഓപ്പൺ എഡിറ്റോറിയൽ വന്നു. സോ ദർ വി ഹാവ് എ കോണ്ടെക്സ്റ്റ് ടു സ്പീക്ക്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് വേറൊന്നുമല്ല, നമ്മുടെ സോനം വാങ്ചുക്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു ടൈമിൽ പ്രൊട്ടസ്റ്റ് വയലൻ്റ് ആയ സമയത്ത് എന്താ പറയുക, ദർ സർഫസ് സം വീഡിയോസ് സെയിങ് ദാറ്റ് ഇദ്ദേഹം സോനം വാങ്ചുക്ക് ഏർജിങ് ദി എന്താ പറയുക യൂത്ത്സ് ഓഫ് ലഡാക്ക് ടു എന്താ പറയുക സ്റ്റിർ ആൻ അപ്രൈസിങ് ലൈക്ക് ദാറ്റ് ഓഫ് ശ്രീലങ്ക, നേപ്പാൾ ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം വയലൻസിന് ഇൻസ്റ്റിഗേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മേളിൽ ഒരുപാട് ഭയങ്കര, ഞാനും ആദ്യം കണ്ടപ്പോഴത്തേക്കും അങ്ങനെയൊക്കെയാണെന്ന് വിശ്വസിച്ച്, ലൈക്ക് ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്, അപ്പോൾ ഇദ്ദേഹം ഒരു വൺ ഓഫ് ദ റീസൺസ് ആണ് എന്നുള്ള രീതിയൊക്കെ കരുതി. പക്ഷേ ദിസ് ഇസ് വൺ പ്രൈം എക്സാമ്പിൾ വേർ യു ഹാവ് ടു വെരിഫൈ ദി ന്യൂസ് ഈവൻ ഇഫ് ദേ ആർ കമ്മിങ് ഫ്രം നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മാധ്യമങ്ങളിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിലും ചില കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെ രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഹിയർ ദി സ്പീച്ച് ഓർ അറ്റ്ലീസ്റ്റ് റീഡ് ദ ടെക്സ്റ്റ് എന്താ പറഞ്ഞെന്നുള്ളത്. കാരണം വാർത്തകൾ എങ്ങനെ വളച്ചൊടിക്കാം എന്നുള്ളതിനകത്ത് ഭയങ്കര പ്രൈം എക്സാമ്പിളാണിത്. ഞാൻ ആക്ച്വലി ആ ഒരു ന്യൂസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. യു റീഡ് ഇറ്റ് ഫോർ യുവർ സെൽഫ്, യു ഡു ദിസ് വർക്ക്. ബിക്കോസ് നിങ്ങളും ചിലപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാകും, വാങ്ചുക്ക് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അത് ആക്ച്വലി ഫോൾസ് ആണ്. അങ്ങനെ ലൈക്ക് നമ്മുടെ യൂത്ത് അല്ലെങ്കിൽ മാസ് ആയിട്ടുള്ള ഒരു അപ്രൈസിങ് നടന്നാൽ മാത്രമേ, നമ്മുടെ ഒരു മാസ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ നടന്നാൽ മാത്രമേ നമ്മുടെ ഒരു എന്താ പറയുക പ്രൊട്ടക്ഷൻ്റെ ഡിമാൻഡ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ശ്രീലങ്കയിലും നേപ്പാളിലും ഒക്കെ ഉണ്ടായതുപോലെ അല്ല, നമ്മൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള മീൻസിൽ തന്നെ അറ്റൻഡ് ചെയ്യും, അത് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് ടോട്ടലി അത് ട്വിസ്റ്റ് ചെയ്തായിരുന്നു മാധ്യമങ്ങളും ഒരുപാട് റൈറ്റ് വിങ് എന്താ പറയുക സെൽസും പ്രചരിപ്പിച്ചിരുന്നത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഫോൾസ് ന്യൂസ്. പക്ഷേ എന്തിനാണ് എന്നുള്ള കാര്യം അറിയത്തില്ല. ഒരു നാഷണൽ സെക്യൂരിറ്റി ആക്ടിൻ്റെ പേരിൽ ഹി ഹാസ് ബീൻ പുട്ട് അണ്ടർ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അപ്പോൾ ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നമുക്ക് തരുന്ന ഒരു പ്രൊവിഷനാണ്. അതായത് ആ ഒരു പ്രൊവിഷൻ നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. കാരണം പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ സം ഓഫ് യു മൈറ്റ് നോ, സം ഓഫ് യു നോട്ട് നോ അബൌട്ട് ദാറ്റ്. അപ്പോൾ കരുതൽ തടങ്ക് എന്ന് നമ്മൾ വിളിക്കുന്നതാണ്. നമ്മുടെ കേരളത്തിലെ കാപ്പ എന്ന് പറഞ്ഞിട്ടുള്ള നിയമമൊക്കെ ഉണ്ടാകും, വളരെ ഫേമസ് ആണ്. അപ്പോൾ ആ കാപ്പ നിയമത്തിനെ കുറിച്ചാണ് ഈ ഒരു എഡിറ്റോറിയൽ വന്നേക്കുന്നത്. പക്ഷേ നമുക്ക് ജസ്റ്റ് ഇത് എന്താണെന്നുള്ളത് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 22 നമുക്കത് എന്താ പറയുക, നമ്മളൊരാളെ അറസ്റ്റ് ചെയ്ത്, സ്റ്റേറ്റ് ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പം അവർക്ക് കിട്ടുന്ന പരിരക്ഷകളെ കുറിച്ചാണ് അതിൽ പറയുന്നത്. നോ പേഴ്സൺ ഷാൽ ബി ഡീറ്റെയിൻഡ് ഇൻ കസ്റ്റഡി വിത്തൗട്ട് ബീയിങ് ഇൻഫോംഡ് ഓഫ് ദി ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ്
nor shall be denied the right to consult or be defended by legal practitioner. അതായത് ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ഗ്രൗണ്ട്സിലാണ് അറസ്റ്റ് ചെയ്തതെന്ന് ആ ഒരു ആളെ നമ്മൾ അറിയിക്കണം, അത് ആ ഒരു പോലീസ് അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റി അറിയിക്കണം. ആൻഡ് ദേ ഹാവ് ദ റൈറ്റ് ടു സീക്ക് ദി അഡ്വക്കേറ്റ്, അതായത് ലീഗൽ കൗൺസിൽ എടുത്ത് അവർക്ക് ബെയിലും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. റൈറ്റ് ടു കൺസൾട്ട് ദി ലീഗൽ പ്രാക്ടീഷണർ. രണ്ടാമത് എവറി പേഴ്സൺ, ഇതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഇൻ ദിസ് 22 ആർട്ടിക്കിൾ 22. എവറി പേഴ്സൺ ഹു ഈസ് അറസ്റ്റഡ് or detained in custody shall be produced before a magistrate within 24 hours of such arrest. ചുമ്മാ അറസ്റ്റ് ചെയ്ത് നമുക്ക് ലോക്കപ്പിലൊന്നും വെക്കാൻ വേണ്ടി പറ്റില്ല. അത് റിമാൻഡിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു മജിസ്ട്രേറ്റിൻ്റെ, ഇറ്റ് ക്യാൻ ബി എൻ എക്സിക്യൂട്ടീവ് മാജിസ്ട്രേറ്റ് ഓർ എ ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ്, മജിസ്ട്രേറ്റിൻ്റെ ഒരു അടുത്ത് എന്താ പറയുക കൊണ്ടുപോയി പ്രൊഡ്യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ആൻഡ് above two clauses, ഇവിടെയാണ് ഇതിൻ്റെ ഒരു ക്യാച്ച്. ദി above two clauses will not apply to a person who is detained in accordance to a law providing for പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ. കരുതൽ തടങ്കിലുള്ള ആൾക്കാർക്ക് ഈ മേൽ പറഞ്ഞ ആ ഒരു പരിരക്ഷകളൊന്നും തന്നെ കിട്ടുകയില്ല. അപ്പം ഇതിന് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നമ്മൾ ഡീറ്റെയിൻ ചെയ്യുന്ന സമയത്ത് മോർ ദാൻ 3 months മേളിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്വൈസറി ബോർഡ് കൺഫേം ചെയ്യണം അതിൻ്റെ ഒരു ഇങ്ങനൊരു ഡിറ്റൻഷൻ ചെയ്യാനായിട്ട് അതിനൊരു ഗ്രൗണ്ട്സ് ഉണ്ടോ എന്നുള്ളത്. ഒരു 3 months കൂടുമ്പോഴത്തേക്കും 90 days എന്നുള്ളതാണ് കണക്ക്. പക്ഷേ a person can be preventively detented for more than 3 months without the opinion of the advisory board if the parliament by law provides for a maximum period of such detention and the circumstances, classes of person and classes of cases to which such a law may apply. പാർലമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 90 days ലിമിറ്റ് ഫോർ എ അഡ്വൈസറി ബോർഡ് ആ ഒരു രീതിയും മാറ്റാം. ഒരു പർട്ടിക്കുലർ ലോയിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാറ്റാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള, ഇറ്റ് ഇസ് യു ക്യാൻ സേ പവർഫുൾ ഇൻ ടേംസ് ലൈക്ക് സ്റ്റേറ്റിന് പവർ കിട്ടുന്നത്. ഇറ്റ് ക്യാൻ ബി മിസ്യൂസ്ഡ് ഇൻ എ ലോട്ട് ഓഫ് വേ. ലൈക്ക് റീഡിങ് ദ ബാർ ടെക്സ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും എത്രമാത്രം അത് മിസ്യൂസ് ചെയ്യപ്പെടാം എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷനാണ് ഇത്. നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിക്ക് വളരെ ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് ബ്രിട്ടീഷ് ടൈമിലാണ് ഒറിജിൻ ചെയ്തേക്കുന്നത്, നമ്മൾ ഈ ആർട്ടിക്കിൾ വായിക്കുന്ന സമയത്ത് കാണാം. പക്ഷേ ഈ ഒരു രീതിയിൽ വരുന്ന സമയത്ത് ഇതിനെ മിസ്യൂസ് ചെയ്യാനായിട്ടുള്ള ചാൻസസും വളരെ കൂടുതലാണ്. കാരണം ഈ ഒരു പറഞ്ഞ 24 hours പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഈ രീതിക്കുള്ള ഗ്രൗണ്ട്സ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നിയമത്താൽ കോൺസ്റ്റിറ്റ്യൂഷനാൽ നമുക്ക് കിട്ടുന്ന എല്ലാ സേഫ് ഗാർഡ്സും ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ വരുമ്പം ഡാർക്ക്നെസ്സിലേക്ക് പോവുകയാണ്. അതാണ് വളരെ രസകരമായിട്ട് ഇദ്ദേഹം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിന് സോണം വാങ്ചുക്കിൻ്റെ കേസിനകത്ത് എന്താ പറയുക, അദ്ദേഹം പീസ്ഫുൾ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ലെജിറ്റിമേറ്റ് ആസ്പിറേഷൻസ് ഓഫ് ദി ലഡാക്കിൻ്റെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഹിസ് റീകോഴ്സ് ടു non-violent dissent with sustained agitations for a legislature to address the Ladakh's environmental and livelihood concerns is in keeping with the historical ethos of Indian politics established during and after the freedom movement. ഇത് പറയുന്നത് വേറെ ഒന്നുമില്ല, അവരുടെ ഡിമാൻഡ്സ് ഒക്കെ ലെജിറ്റിമേറ്റ് ആണ്. അവർക്കൊരു ലെജിസ്ലേച്ചർ വേണം അവരുടെ കാര്യങ്ങൾ ഇതാക്കാനായിട്ടുള്ള. അതായത് അവരൊരു സ്റ്റേറ്റ് ഹുഡ് ചോദിക്കുന്നുണ്ടല്ലോ. സ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താ ഒരു ലെജിസ്ലേച്ചറും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും വരും. പിന്നെ അവർ ഷെഡ്യൂൾ 6 ഡിമാൻഡും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീസെൻ്റ്ലി ഒരു സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ്, അത് ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യം നമുക്ക് മറ്റു ആർട്ടിക്കിൾ വരുന്നുണ്ട്. ഇറ്റ് ഹാസ് ക്ലാരിഫൈഡ് ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നതും പബ്ലിക് ഓർഡർ എന്ന് പറയുന്നതും രണ്ടാണ്. അപ്പോൾ അത് രണ്ടിനെയും ഒരുമിച്ച് എടുക്കാൻ പാടില്ല. പക്ഷേ സെൻറ്റർ അപ്പിയേഴ്സ് ടു ഹാവ് ഫെയിൽ ടു അപ്ലൈ ഇറ്റ്സ് മൈൻഡ് ആൻഡ് റീച്ച് എ റിക്വിസിറ്റീവ് സബ്ജക്റ്റീവ് സാറ്റിസ്ഫാക്ഷൻ ടു ഷോ ദാറ്റ് ഹിസ് ആക്ഷൻസ് പോസ്റ്റ് എനി റിയൽ ത്രെറ്റ് ടു പബ്ലിക് ഓർഡർ. അതായത് ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനൊക്കെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവിന് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നും ഒരു പബ്ലിക് ഓർഡർ, ഒരു ലാർജർ പബ്ലിക് ഓർഡറിന് അത് എന്താ പറയുക ത്രെറ്റായി വരുന്നു ഈ പറഞ്ഞ എക്സ് ഓർ വൈയുടെ ആക്ഷൻസ് എന്ന് വരികയാണെങ്കിൽ മാത്രമേ അത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് സെൻറ്റർ കൃത്യമായിട്ട് പാലിക്കുന്നില്ല. സോ ഈ രീതിയിൽ ചെയ്യുന്നത് തെറ്റാണ്. ലഡാക്സ് ആസ്പിറേഷൻസ് ജെനുവിൻ ആണ്. അപ്പോൾ ഇത് എന്താ പറയുക, സോണം വാങ്ചുക്കിൻ്റെ ഡിറ്റൻഷനെ ഇമീഡിയറ്റ്ലി റിവോക്ക് ചെയ്തിട്ട് ദേ ഷുഡ് റീ എൻഗേജ് ഇൻ എ മീനിങ് ഡയലോഗ് വിത്ത് ദ പീപ്പിൾ ഓഫ് ലഡാക്ക് എന്നുള്ളതാണ് എഡിറ്റോറിയൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ദിസ് ഇസ് വാട്ട് ദി എഡിറ്റോറിയൽ ഡിസ്കസ്. പക്ഷേ നമ്മൾ ഓപ്പൺ എഡിറ്റോറിയൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലിസൺ വെരി കെയർഫുള്ളി. സച്ച് എഡിറ്റോറിയൽസ് ആർ വെരി important in terms of your note making process during the mains. But ഈ ഒരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ഇസ് എ വെരി ഹോട്ട് ടോപ്പിക്. ഇറ്റ് ക്യാൻ ബി ആസ്ഡ് എനി ഇയർ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ മെയിൻസിന് ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻസ് ആണ്. കാരണം ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ആരും തന്നെ എഴുതില്ല. ജസ്റ്റ് നോക്കുക, ആർട്ടിക്കിൾ 22 which constitutionalized preventive detention are the Bermuda Triangle in India's constitutional Atlantic, where fundamental rights such as liberty, equality and due process vanish വിത്തൗട്ട് എ ട്രേസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ്റെ ഇതിനകത്ത് എല്ലാവരും സാധാരണ ആർട്ടിക്കിൾ 22 ഇസ് ദ ലോ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിംഗ് ഫോർ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് മാത്രം ഭയങ്കര സിമ്പിളായിട്ട് എഴുതും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റീസെൻ്റ് ആയിട്ട് നടന്ന കോൺടെക്സ്റ്റ് എഴുതും. പക്ഷേ നിങ്ങൾ ഭയങ്കര ഒരു കിടിലമായിട്ട് ബെർമുഡ ട്രയാങ്കിൾ എന്നൊക്കെ ഒരു 10 പേരിങ്ങനെ എഴുതുമ്പോൾ 11ാമത് നിങ്ങൾ ഇങ്ങനെ ഒരു ബെർമുഡ ട്രയാങ്കിൾ കൊണ്ടുവന്ന് വാനിഷിംഗ് ഇൻ ടു ദി വിത്തൗട്ട് എ ട്രേസ് എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോഴത്തേക്കും അപ്പം തന്നെ ഇറ്റ് ക്യാപ്ചേഴ്സ് ദി അറ്റൻഷൻ ഓഫ് ദി എക്സാമിനർ. സോ ഈ ഫ്രേസ് അങ്ങനെ നിങ്ങൾ എടുത്തു വെക്കുക, നിങ്ങളുടെ നോട്ട്സ് ഏതാണോ അവിടെ തന്നെ എഴുതി വെക്കുക. ഇഫ് അറ്റ് ഓൾ എ ക്വസ്റ്റ്യൻ
comes on this preventive detention, ഇത് അങ്ങനെ എടുത്തെഴുതുക. ഓക്കെ, പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളയിലെ കാപ്പ എന്ന് പറയുന്ന ആക്ട്, ഇറ്റ് ഈസ് ഓൾസോ എ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആക്ട് ആണ്. അപ്പോൾ അതിൻ്റെ കേസാണ് ഇതിനകത്ത് പറയുന്നത്. പക്ഷേ നമുക്ക് ജസ്റ്റ് ആ ഒരു പർട്ടിക്കുലർ കേസ് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയേണ്ട, ഇതിൻ്റെ ഒരു കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഒരു ധന്യ എം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ 2025 സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അണ്ടർസ്കോർഡ് ദ എക്സ്ട്രോർഡിനറി പവർ ആൻഡ് ഇറ്റ് മസ്റ്റ് ബി എക്സസൈസ്ഡ് അണ്ടർ സ്പാരിംഗ്ലി ഓൺലി ആൻഡ് സ്ട്രിക്ട്ലി ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ്. അതായത് ഇത് എക്സെപ്ഷണൽ പവർ ആയതുകൊണ്ട് തന്നെ ആ എക്സെപ്ഷണൽ സിറ്റുവേഷൻസിൽ മാത്രമേ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ഉപയോഗിക്കാവൂ. ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് ദി സ്റ്റേറ്റ് ആയിട്ട് എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. സോ എന്താ പറയുക, റീഅഫർമിംഗ് ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഇൻഡിവിജ്വൽ ലിബർട്ടി കനോട്ട് ബി കർട്ടൈൽ. ആ ഒരു കേസിലാണ്, ധന്യ എം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് ഓർഡറിനെയും ലോ ആൻഡ് ഓർഡറിനെയും രണ്ടായി കാണണം. ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസിന് നിങ്ങൾ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. പബ്ലിക് ഓർഡർ ആണെങ്കിൽ മാത്രം അതിനൊരു നല്ലൊരു സബ്ജക്റ്റീവ് നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ഈ രീതിയിൽ കൊണ്ടുവരണം. അതായത് ഐ ഫൊർഗോട്ട് ദ വേർഡ് ആക്ച്വലി, ഈ പറഞ്ഞതുപോലെ റിക്വസിറ്റ് സബ്ജക്റ്റീവ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, റിക്വസിറ്റ് സബ്ജക്റ്റീവ് സാറ്റിസ്ഫാക്ഷൻ ആ രീതിയിൽ നമ്മൾ പബ്ലിക് ഓർഡറിനെ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ ഇത് കൊണ്ടുവരാവൂ. ആൻഡ് കനോട്ട് ബി യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ക്രിമിനൽ പ്രോസിക്യൂഷൻ ഓർ ആസ് എ മീൻസ് ടു സർക്കംഫെന്റ് ബെയിൽ കണ്ടീഷൻസ്, ബെയിൽ നോംസിനെയൊക്കെ. അപ്പോൾ ഈ രീതിയിൽ ആ ഒരു സ്റ്റേറ്റ് ഈ ഒരു ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് വന്നതുകൊണ്ട് ഈ ധന്യ എം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2015 എന്നുള്ള കേസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം, ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ നോട്ട്സിൻ്റെ ഈ ഒരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ്റെ കേസിനകത്ത്. ഇപ്പോൾ ഇത് അതുപോലെ തന്നെ വേറൊരു കേസിനകത്ത് ഏതെങ്കിലും ഒരു കേസ് മതി കേട്ടോ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേസ് ആണെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ അത്രയും ഫേമസ് ആയിട്ടുള്ള കേസ് ആയിരുന്നാൽ നോട്ട് ചെയ്തിരുന്നാൽ ബെറ്റർ. അപ്പം അതിനകത്തും കേസസ് പെർട്ടൈനിങ് ടു മിയർ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവിനകത്ത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റിഫൈഡ് ഫോർ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്നും ഈ പബ്ലിക് ഓർഡറിൻ്റെ കൺസേണിന് മാത്രം ആയിരിക്കണം ഈ ഒരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ കൊണ്ടുവരേണ്ടി വരിക എന്നുള്ള രീതിക്ക് അവർ പറയുന്നുണ്ട്. അപ്പോൾ വിച്ച് ഡെവലപ്പ് ദി എൻറ്റയർ, ഇതും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. ദിസ് ക്യാൻ ഓൾസോ ബി നോട്ടഡ് ഡൗൺ. ഹൗവർ സച്ച് ജുഡീഷ്യൽ അസോർഷൻസ് അപ്പിയർ ഇൻക്രീസിംഗ്ലി ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദി ഓപ്പറേഷൻ ഓഫ് ലോ സച്ച് as CAPA and any other law in national security law which envelops the entire milky way of law and order rather than confining themselves to the solar system of public order എന്നുള്ള കാര്യത്തിനകത്ത് ഒരു എന്താ പറയുക, ഭയങ്കര വലിയൊരു ആംബിറ്റിലേക്ക് വരുന്ന ഒരു കാര്യങ്ങളെടുത്ത്, ബിക്കോസ് ദേ ഗിവ് വെരി ബ്രോഡ് എന്താ പറയുക എക്സ്പ്ലനേഷൻസ്. ഈ പറഞ്ഞ പോലെ ഗൂണ്ട, റൗഡി എന്ന് പറയുന്ന പോലത്തെ ഇതിനകത്ത് ലൈക്ക് ആ ടേംസ് കൊണ്ടുവന്ന് ഇറ്റ് ഗിവ്സ് എ വൈഡർ ആംപ്ലിഫിക്കേഷൻ. പക്ഷേ ഇറ്റ് ഷുഡ് ഹാവ് ദംസെൽസ് റെസ്ട്രിക്റ്റഡ് ടു ദി പബ്ലിക് ഓർഡർ എന്നുള്ള ആ ഒരു കൺസേണിലേക്ക് വരുന്നത്. അപ്പോൾ ലാർജർ മിൽക്കി വേ ഓഫ് എന്താ പറയുക ലോ ആൻഡ് ഓർഡർ എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് എ യൂസ് ഓഫ് വേർഡ്സ്. അപ്പോൾ അങ്ങനെ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് ആഡ്സ് ഫ്രഷ്നെസ് ടു ദി ആൻസർ. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു കേസിനകത്ത് കോർട്ട് തന്നെ പറയുന്നുണ്ട്, എന്താ പറയുക, പവർ ഓഫ് എന്താ പറയുക പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ഇസ് എൻ എക്സെപ്ഷൻ ടു ദി ആർട്ടിക്കിൾ 21 ആൻഡ് എക്സെപ്ഷണൽ മെഷേഴ്സ് ഷുഡ് ബി എംപ്ലോയ്ഡ് ഓൺലി ഇൻ റയർ സർക്കംസ്റ്റൻസസ് എന്നുള്ളത്. അപ്പോൾ ദിസ് ഇസ് ആക്ച്വലി എന്താ പറയുക ഒരു സാധാരണ രീതിയിൽ നമ്മൾ പറയുന്നത് പോലെ ഇറ്റ് ഷുഡ് ബി ടെസ്റ്റഡ് അഗൈൻസ്റ്റ് ആർട്ടിക്കിൾ 21 വിച്ച് എന്താ പറയുക പ്രൊവൈഡ്സ് ഫോർ എന്താ പറയുക പ്രൊസീജിയറൽ മാത്രമല്ല നമുക്ക് സബ്സ്റ്റാൻഷ്യൽ ലോയിനകത്ത്, അതായത് ഒരു ലോ ഫെയർ ആണോ അത് ജസ്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി വേണം ആ ഒരാളുടെ ആപ്ലിക്കേഷൻ കൊണ്ടുവരാൻ. ഡ്യൂ പ്രോസസ് ഓഫ് ലോ വരുന്നത് ഈ ആർട്ടിക്കിൾ 21 അടിയിലാണ്. അപ്പോൾ പക്ഷേ എന്നിരുന്നാലും എക്സിക്യൂട്ടീവ് ഓവർറീച്ച് കണ്ടിന്യൂസ് ടു ബി അൺചെക്ഡ്. ഇതിൻ്റെ ഒരു നമ്മളൊരു എന്താ പറയുക ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബംഗാൾ റെഗുലേഷൻസ് ഓഫ് 1818 ഇത് വന്നിരിക്കുന്നത്. ബ്രിട്ടീഷാണ് ഇത് ആക്ച്വലി കൊണ്ടുവരുന്നത്. പക്ഷേ അത് അവർ മോസ്റ്റ്ലി അവർ വാർ ടൈമിലൊക്കെ തന്നെയായിരുന്നു ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതാണ് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ആക്ട് 1935 എന്ന് പറഞ്ഞ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനകത്ത് നമുക്ക് പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചേഴ്സിന് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോ ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി പബ്ലിക് ഓർഡർ ചെയ്യാനുണ്ട്. പക്ഷേ ഓൾദോ ദേ എംപ്ലോയ്ഡ് സച്ച് മെഷേഴ്സ് ഓൺലി ഡ്യൂറിംഗ് വാർ ടൈം, ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയപ്പോഴത്തേക്കും they inherited and retained this colonial relic with astonishing zeal എന്നുള്ള രീതിക്ക്. അപ്പോൾ ഒരുപാട് ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. ഫിയർസ്ലി ഡിബേറ്റഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ആ ഒരു സമയത്ത് പ്രിവെയിലിംഗ് ആയിട്ടുള്ള കമ്മ്യൂണൽ ഇൻട്രസ്റ്റ് നമുക്കറിയാം, പാർട്ടീഷൻ്റെ സമയത്ത് ഒരുപാട് കമ്മ്യൂണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുകയായിരുന്നു. അപ്പോൾ അതിന് ഇത് നമുക്ക് നേരിടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ അനിവാര്യമാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു അന്ന് ന്യായീകരിച്ചിരുന്നത്. സോ ഇറ്റ് ഹാഡ് ഗോട്ട് സം ലെജിറ്റിമസി ബാക്ക് അറ്റ് ദാറ്റ് ടൈം. ഇപ്പോഴും ലെജിറ്റിമസിക്ക് കുറവൊന്നുമില്ല കേട്ടോ. പക്ഷേ അതിനൊരു ഓവർ റീച്ച് ആകുമ്പോഴാണ്, എക്സിക്യൂട്ടീവ് അതിനെ ഒരു ടൂളായി ഉപയോഗിച്ച് അവരുടെ പൊളിറ്റിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മിസ്യൂസ് വരുന്നത്. ആ മിസ്യൂസിനാണ് നമ്മൾ തടയേണ്ടതായിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്, അത് ഭയങ്കര വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് കേസാണ്. പോളിറ്റി ക്ലാസ്സിൽ നമ്മളിതിൻ്റെ ഒരു വലിയ കഥ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ടാവും. സോ അതൊക്കെ നമുക്ക് ക്ലാസ്സിലെടുക്കും. പക്ഷേ ഇതിപ്പോൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഇസ് ഗോയിങ് ടു ബിക്കം വെരി ലെങ്തി. ഒന്നാമതേ ഞാൻ എടുക്കുമ്പോൾ വലിയ ലെങ്തി ആവാറുണ്ട്. സോ ഇത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന കേസിനകത്ത് ഇറ്റ് വാസ് ഗോട്ട് എ ലിറ്റ്മസ് ടെസ്റ്റ് ഈ ഒരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷന് വേണോ വേണ്ടയോ അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റിയൊക്കെ. പക്ഷേ അൾട്ടിമേറ്റ്ലി ബേസിക്കലി എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോർട്ട് റിജക്റ്റഡ് ഹിസ് ക്ലെയിംസ് ഹോൾഡിംഗ് ദാറ്റ് ദി
പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ കുഡ് ബി ഓൺലി ടെസ്റ്റഡ് ഓൺ ദ ബേസിസ്, അതായത് അതിന് ശരിവെച്ചു, പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറയുന്ന രീതിക്ക് ശരിവെച്ചു. ദിസ് ആർട്ടിക്കിൾ 22 became an authoritarian penalty or a devil's island in India's constitutional geography എന്നുള്ള കാര്യം. ഇതൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാൻ കേട്ടോ, എപ്പോഴെങ്കിലും എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു ഇതായിരിക്കും. അപ്പോൾ ഇതാണ് ഈ എഡിറ്റോറിയൽസ് വായിക്കുമ്പോഴുള്ള ഗുണം. എന്തെങ്കിലും നല്ല പോയിന്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ രസകരമായിരിക്കും. അതൊക്കെ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരു റൈറ്ററിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. ബട്ട് സ്റ്റിൽ എവിടെയെങ്കിലും നോട്ട് വെച്ച് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കിൽ 2 മാർക്ക് കൂടുതൽ ചിലവ് കിട്ടുന്നത്. ഓക്കെ, സോ ഐസൊലേറ്റഡ് ഫ്രം ദി ഓഷ്യൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ജോഗ്രഫി, ഡെവിൾസ് ഐലൻഡ് ഉണ്ട്, അത് ആർട്ടിക്കിൾ 22 ആണ്, വിച്ച് ഇസ് ഐസൊലേറ്റഡ് ഫ്രം ദി ഓഷ്യൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, പാർലമെന്റ് വാസ് empowered to enact laws that could even dispense with the advisory board. നമ്മൾ നേരത്തെ കണ്ടു സർക്കംസ്റ്റൻസസ് ഓർ ക്ലാസ് ഓഫ് പേഴ്സൺസ്. അപ്പോൾ ഇതൊരു തിങ്കർ പറയുന്നതാണ്, സോമനാഥ് ലഹരി എന്ന് പറയുന്നത് ഒരു പോലീസ് കോൺസ്റ്റബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ള രീതിക്ക് ഒരു ക്രിറ്റിസിസമാണ്, നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഈ ഗോൾഡൻ ട്രയാങ്കിൾ എക്ലിപ്സസ്, അതായത് സബ്സിക്വന്റ് ജഡ്ജ്മെന്റ്സ് ഫോർട്ടിഫൈഡ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവിൾസ് ഐലൻഡ്. എന്താ പറയുക, കോർട്ട് റൂൾ ദാറ്റ് ഈവൻ വെൻ ദി ഗ്രൗണ്ട്സ് ഓഫ് ഡിറ്റൻഷൻ ഡയറക്ട്ലി ഇംപ്ലിക്കേറ്റഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇറ്റ് വാസ് സഫിഷ്യന്റ് ഫോർ ദി അതോറിറ്റീസ് ടു കംപ്ലൈ വിത്ത് ദി പ്രൊസീജിയേഴ്സ് ഇൻ ദി ആർട്ടിക്കിൾ 22. അതായത് ഈ പറഞ്ഞ ഗ്രൗണ്ട്സ് ഒക്കെ ആർട്ടിക്കിൾ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എന്താ പറയുക വയലേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിൽ പോലും ആ പ്രൊസീജിയർ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ്റെ കേസിനകത്ത് അതിനെ കോർട്ട് ഒന്നും പറയാനായിട്ട് നിൽക്കില്ല എന്നുള്ള കാര്യമാണ്. ദർ വാസ് നോ റിക്വയർമെൻറ്റ് ടു മീറ്റ് ദി സബ്സ്റ്റാൻസീവ് റെസ്ട്രിക്ഷൻസ് ആപ്ലിക്കബിൾ ടു ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള കാര്യം. അപ്പോൾ മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, അത് ഈ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ചാപ്റ്റർ പഠിക്കും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂ പ്രോസസ് ഓഫ് ലോ, അതായത് പ്രൊസീജിയർ പറഞ്ഞത് മാത്രം കേട്ടാൽ പോരാ, പക്ഷേ ആ ഒരു പ്രോസസ്, ആ ഒരു പ്രൊസീജിയർ ഷുഡ് ബി ജസ്റ്റ് ഫെയർ ആൻഡ് റീസണബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്യൂ പ്രോസസ് ഓഫ് ലോയുടെ ഒരു ഇതും കൂടെ കൊണ്ടുവന്നു. ഫണ്ടമെന്റൽ റൈറ്റ്സ് മസ്റ്റ് ബി റെഡ് ആസ് എ യൂണിഫൈഡ് ഹോൾ. എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും ഒന്നാണ്. ഈ ആർട്ടിക്കിൾ 22 പ്രിവെന്റീവ് ഡിറ്റൻഷൻ പറയുകയാണെന്നുണ്ടെങ്കിലും ഒരുമിച്ച് വേണം കാണാൻ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അടുത്തത് AK റോയ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ 1982 ഒരു കേസ് വന്നപ്പോഴത്തേക്കും ദ കോർട്ട് ഫെൽ ബാക്ക് ടു ദി പ്രീ മനേക ജഡ്ജ്മെന്റ് wherein they told that preventive detention laws cannot be challenged for violating article 14, 19 or even the widening ambit of article 21. അതായത് ആർട്ടിക്കിൾ 21 കോർട്ട് ഒരുപാട് ഇൻ്റർപ്രറ്റ് ചെയ്ത് ഒരുപാട് റൈറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എത്ര വൈഡറായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാലും ആർട്ടിക്കിൾ 22 താണ് തന്നെ ഇരിക്കും എന്ന് പറയുന്ന പോലെയാണ് കോർട്ട് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് സാധാരണ രീതിയിൽ ഡോക്ട്രിൻ ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് മാത്രമേ കൊടുക്കാവൂ. അപ്പോൾ അതൊരു ടെസ്റ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ എന്താ പറയുക, കോർട്ട് ഓൾസോ റെഫ്യൂസ് ടു സബ്ജക്ട് സച്ച് പ്രിവെന്റീവ് ഡിറ്റൻഷൻ ലോസ് ടു ദി ഡോക്ട്രിൻ ഓഫ് പ്രൊപ്പോർഷണാലിറ്റി വിച്ച് ഹാഡ് ബിക്കം ദി സെൻട്രൽ ടെനറ്റ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ. ഓക്കെ, സോ person ensnared in this Bermuda Triangle of Article 2022 is effectively cut off from the Golden Triangle of Article 14, 19 and 21. അതായത് ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന ആ ഒരു നമുക്ക് ബേസിക് ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ആർട്ടിക്കിൾ 14, ഇക്വാളിറ്റി എന്ന് പറയുന്നതും ഫ്രീഡം റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 19, പിന്നെ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21. ഈ ഗോൾഡൻ ട്രയാങ്കിളിൽ നിന്ന് അയാളെ കട്ട് ഓഫ് ചെയ്ത് മാറ്റുകയാണ് ഈ ബർമുഡ ട്രയാങ്കിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾ 22 and is plunged to the legal darkness എന്നുള്ള കാര്യം. അപ്പോൾ രസകരമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എസ്സേയിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഐ ഡോണ്ട് നോ വെദർ വിൽ ഗെറ്റ് ദ സ്കോപ്പ് ഫോർ ദാറ്റ്, പക്ഷേ യു ക്യാൻ ഡു. അപ്പോൾ ഇതൊരു നെസസറി ഈവിളായിട്ട് നമ്മൾ പറയാറുണ്ട്. കാരണം ചില കാര്യങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കാൻ നമുക്ക് അനിവാര്യമായിട്ട് വേണ്ടി വരും. പക്ഷേ ഇതിനകത്തൊരു ചെറിയൊരു മെറ്റഫറിക്കലി രീതിയിലും പറയുന്നുണ്ട് കേട്ടോ. കാരണം സ്റ്റീവൻ സ്പിൽബർഗ്, നമുക്ക് അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം ഒരു മൈനോറിറ്റി റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞ് 2002 വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഥ. ഓക്കെ, ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർഫുള്ളി ഡ്രമാറ്റൈസസ് ദി ജൂറിസ്പ്രുഡൻഷ്യൽ ഡിലമാസ് ഓഫ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ. പ്രിവെന്റീവ് ഡിറ്റൻഷനെ കുറിച്ചല്ല പറയുന്നത്, പക്ഷേ അതിൻ്റെ മെറ്റഫോറിക്കലി അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ കഥ എങ്ങനെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ദ ഫിലിം എ സ്പെഷ്യൽ പോലീസ് യൂണിറ്റ് കോൾഡ് പ്രീ ക്രൈം യൂസസ് പ്രീ കോഗ്നിറ്റീവ് ഹ്യൂമൻസ്, പ്രീ കോഗ്നിറ്റീവ് ഹ്യൂമൻസ് ആൻഡ് അഡ്വാൻസ് ടെക്നോളജി ടു പ്രിവെന്റ് മേർഡേഴ്സ് ബിഫോർ ദേ ഒക്കർ. നമുക്ക് കേൾക്കുമ്പോൾ നല്ല കാര്യമാണെന്ന് തോന്നും. പ്രിവെന്റ് മേർഡേഴ്സ് ബിഫോർ ദേ ഒക്കർ, അതിന് പ്രീ കോക്സ് എന്ന് പറയുന്നത്. The protagonist is actually apprehended for a murder he has not yet committed. He is presumed to be guilty, denied a fair trial and offered no opportunity to be heard. ആദ്യം കേൾക്കുമ്പോൾ കൊള്ളാൻ തോന്നി, പക്ഷേ രണ്ടാമത്തേത് നോക്കുമ്പോഴത്തേക്കും അതിന് ഇംപ്ലിക്കേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നതിനാളെ മർഡർ കമ്മിറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ചെയ്യും എന്നുള്ള ഒരു ഇതിനകത്ത് പ്രിസ്യൂംഡ് ഗിൽറ്റി ചെയ്തു, ഫെയർ ട്രയൽ ഡിനൈ ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ചെയ്യുന്ന ഒരാളെ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ അതൊരു മെറ്റഫറിക്കലി പറയുന്നതാണ്. ദിസ് മിറേഴ്സ് ദി
legal logic of preventive detention which bypasses the fundamental principles of presumption of the innocence. മറ്റതിനകത്തൊക്കെ presumption of the innocence until proven guilty ഒക്കെയാണ്, പക്ഷെ അതൊന്നും അല്ല ഇതിനകത്ത് വരുന്നത്. So although this is a science fiction, the film offers a striking metaphor for the ethical and legal perils accompanying the logic of preventive incarceration. So ഇതിനകത്ത് പ്രീകോക്സ് ആർ നോട്ട് ഇൻഫാലിബിൾ എന്നുള്ള കാര്യം അവർ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ പ്രിവെന്റീവ് ഡിറ്റൻഷൻ, ഇവർ ഈ തെറ്റ് ചെയ്യും എന്ന് നമ്മൾ പ്രിവെന്റീവായിട്ട് ഡിറ്റെയിൻ ചെയ്യുന്നത്, ആ ചെയ്യുന്ന അതോറിറ്റി ഇൻഫാലിബിൾ അല്ല, അവർക്കും തെറ്റ് പറ്റാം. പക്ഷേ ദിസ് എക്കോസ് ദി ഇൻഹറന്റ് അൺസർട്ടനിറ്റി ഇൻ പ്രിഡിക്റ്റിംഗ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എന്താ പറയുക, ഈ പ്രിവെന്റീവ് ഡിറ്റൻഷൻ റെജീംസും തെറ്റ് പറ്റാവുന്നതാണ് എന്നുള്ള കാര്യം ഇത് അഡ്രസ് ചെയ്യുന്ന ആ ഒരു മെറ്റഫറിക്കലി പറയുന്ന സമയത്ത്. സോ സബ്ജക്റ്റീവ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഡീറ്റെയിനിങ് അതോറിറ്റി susceptible to misuse. So with a weak procedural safeguard and limited judicial review, the PD എന്ന് നമ്മൾ വിളിക്കുന്നത് preventive detention in India presents very dangers that the minority report sought to warn us against. So ഇതിനകത്ത് there is an urgent need to re-examine the AK Gopalan case നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ and reform the preventive detention regime. So it should be confined, അതായത് ഇത് വേണ്ട എന്നല്ല പറയുന്നത്. So this power should be confined to strictly combating grave threats such as terrorism, transnational ആയിട്ടുള്ള drug cartels ഒക്കെ, but not as a routine administrative rule. So ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ശരിയാവുള്ളൂ. ബിക്കോസ് നമ്മൾ ഈ ഒരു ക്രൈം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്ന ഒരു നിയമം ഇറ്റ് വിൽ കണ്ടിന്യൂ ടു അണ്ടർമൈൻ ദി വെരി കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഇറ്റ് പർപ്പസ് ടു പ്രൊട്ടക്ട്. അത് തന്നെ അതിനെ ഇല്ലാതെയാക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ ഐ ഫൗണ്ട് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഐ ഹോപ്പ് യു ഓൾസോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് ഇപ്പോൾ ഇന്നോ നാളെ യൂസ് വന്നില്ല എന്നുണ്ടെങ്കിലും പിന്നീട് നമ്മൾ ആൻസർ റൈറ്റിംഗ് എഴുതുന്ന സമയത്ത് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവുകയാണ്. ഇത് നമുക്ക് കുറച്ച് നാളായിട്ട് നമ്മൾ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. നമുക്കറിയാം, ലൈക്ക് parents don't know what or how much quantity ഈ ഒരു സിറപ്പൊക്കെ കൊടുക്കും. ഒരു കൊച്ചു ചുമക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരൊരു കഫ് സിറപ്പ് മേടിച്ചങ്ങ് കൊടുക്കും. പക്ഷേ ആ കഫ് സിറപ്സ് മേടിച്ച് കൊടുക്കുന്ന, അതായത് കൊച്ചു നന്നാവണം എന്ന് വിചാരിച്ച് കൊടുക്കുന്ന ഒരു കഫ് സിറപ്പിൽ ആ ഒരു കുട്ടി മരിച്ചു പോവുക എന്നുള്ള കാര്യം, അവർ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ കൊച്ചിനെ വളർത്തിയിട്ടുണ്ടാവുക, പ്രഗ്നൻറ്റ് മദേഴ്സ് എത്ര കഷ്ടപ്പെട്ടായിരിക്കും ക്യാരി ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കഫ് സിറപ്പ് കൊടുത്ത് കുറച്ച് കുട്ടികൾ മരിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര ദാരുണമായിട്ടുള്ളൊരു ഇതാണ്. നമുക്ക് വെറും ഇതൊരു ന്യൂസാണ്, പക്ഷേ അവരുടെ ഒരു പ്ലേസിൽ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇതാണ്. സോ അപ്പോൾ ഇതിന് it could have been prevented had there been ഭയങ്കര നല്ല എന്താ പറയുക റെഗുലേറ്ററി മെഷേഴ്സ്, ഒരു കൃത്യമായിട്ടുള്ള ഒരു സർപ്രൈസ് ഇൻസ്പെക്ഷൻസ് ഒക്കെ നടത്തി ആ ഒരു റെഗുലേഷൻ ഓഫ് ദിസ് ഫാർമസ്യൂട്ടിക്കൽ സെക്ടേഴ്സിനെ കൃത്യമായി ചെയ്ത് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കിത് കുറേ കൂടെ പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു എന്നുള്ള കാര്യമാണ് എഡിറ്റോറിയൽ ആക്ച്വലി പറയുന്നത്. ദ കില്ലർ മെഡിസിൻ ഡെത്ത്സ് ഇൻ MP ഡ്യൂ ടു ദിസ് ഫ്യൂരിയസ് കഫ് സിറപ്സ് പോയിന്റ് ടു ഗ്രേവ് റെഗുലേറ്ററി ഡെഫിസിറ്റ്സ്. ദിസ് മസ്റ്റ് ബി എന്താ പറയുക ലൈക്ക് അഡ്രസ്ഡ് വെരി എന്താ പറയുക അർജൻറ്റ്ലി. ബിക്കോസ് ഇതിന് മുന്നേ ഉണ്ടായി ഗാംബിയയിലൊക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള കഫ് സിറപ്പ് കഴിച്ച് കുറച്ച് പേര് മരിച്ചു എന്നൊക്കെ പറഞ്ഞു വന്നു. അപ്പോൾ അന്ന് വന്നപ്പോഴും സീരിയസ് ആയിട്ടുള്ള രീതിയിൽ കാണുന്നില്ല. അപ്പോൾ അതൊന്ന് നമ്മൾ സീരിയസ് ആയിട്ട് ഉടനെ തന്നെ കാണേണ്ടതായിട്ടുണ്ട്. പക്ഷേ ബിക്കോസ് ദ വാല്യുബിൾ ലൈഫ്സ് ആർ ബീങ് ലോസ്റ്റ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മധ്യപ്രദേശിൽ ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള കഫ് സിറപ്പ് കുടിച്ചിട്ടാണ് ഇത് വന്നത്. മാർക്സ് യെറ്റ് അനദർ പ്രിവെൻറ്റബിൾ ട്രാജഡി ഇൻ ദി ഫാർമസ്യൂട്ടിക്കൽ ലാൻഡ്സ്കേപ്പ്. ഈ കോൾഡ്രിഫ് എന്ന് പറയുന്ന ഒരു സിറപ്പാണ് കേട്ടോ. കോൾഡ്രിഫ് എന്ന് പറയുന്ന ആ കമ്പനിയുടെ പേരാണ്. ലേറ്റർ ഫൗണ്ട് ടു കണ്ടെയ്ൻ 48% ഓഫ് ഈ ഡയത്തിലിൻ ഗ്ലൈക്കോൾ DEG എന്ന് പറയുന്നത് അതൊരു ടോക്സിക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സോൾവെൻ്റ് ആണ്. അപ്പോൾ ദിസ് വാസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ എന്താ പറയുക ഇൻ ദി പ്രിസ്ക്രിപ്ഷൻ ടു ദി ചിൽഡ്രൻ സഫറിംഗ് ഫ്രം കോമൺ കോൾഡ് ആൻഡ് കഫ്. സോ ഈ WHO പറയുന്നത് ആക്ച്വലി ഇതൊരു എന്താ പറയുക 0.10% ആണ് പറയുന്നത്. ആ ഒരു ഏരിയയിലാണ് 49% ആ ഒരു DEG കണ്ടത്. സോ അങ്ങനെ അത് കണ്ടാമിനേറ്റഡ് ആവുകയും അത് കുടിച്ചിട്ടുള്ള ആൾക്കാരാണ് മരിക്കുകയും ചെയ്തത്. ഇതിൽ നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയത്തിലിൻ ഗ്ലൈക്കോൾ DEG റീസെൻ്റ്ലി സീൻ ഇൻ ന്യൂസ് എന്ന് പറയുന്നത് എന്തിനാണെന്നുള്ളത് ഇൻഡസ്ട്രിയൽ സോൾവെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പെസ്റ്റിസൈഡ് ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മെഡിസിനൽ റീസെൻ്റ്ലി ഡിസ്കവർഡ് മെഡിസിൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതേ ഇൻസിഡൻറ്റ് തന്നെ പറയാം. കഫ് സിറപ്പിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഉണ്ടായ സമയത്ത് ദർ വാസ് എ പർട്ടിക്കുലർ വിച്ച് ഓഫ് ദി ഫോളോയിങ് തിങ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ കണ്ടാമിനേഷൻ ഓഫ് ദറ്റ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് ഈ ഡയത്തിലിൻ ഗ്ലൈക്കോൾ അല്ലെങ്കിൽ മീഥൈൽ ഗ്ലൈക്കോൾ അങ്ങനെ പറഞ്ഞ് പല സാധനം വരും. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഇങ്ങനെ പല രീതിയിൽ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഈ ഒരു പാർട്ടിൽ നിന്ന് മാത്രം. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് എന്താ പറയുക ക്യാമറൂണിലും ഗാംബിയയിലുമൊക്കെ ഉസ്ബെക്കിസ്ഥാനിലുമൊക്കെ തന്നെ ഒരുപാട് പേര് മരിക്കപ്പെട്ട് കഴിഞ്ഞു ആ ഒരു ഈ ഒരു എന്താ പറയുക കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇത് ചെയ്യുമ്പോഴത്തേക്കും. സോ ദിസ് പാറ്റേൺ സ്പീക്സ് ഓഫ് സിസ്റ്റമിക് റെഗുലേറ്ററി കൊളാപ്സ്. സോ പോസ്റ്റ് കോവിഡ് എറയുടെ സമയത്ത് വി ആർ ആക്ച്വലി പൊസിഷനിങ് അവർ സെൽഫ്സ് ആസ് ദി ഫാർമസ്യൂട്ടിക്കൽ എന്താ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്നുള്ള രീതിക്ക് നമ്മൾ പറയാറുണ്ട്, ഫാർമസി ഓഫ് ദി വേൾഡ് എന്നുള്ള രീതിക്ക്. അപ്പോൾ നമ്മൾ ഒരുപാട് ജനറിക് ഡ്രഗ്സിൽ നമ്മൾ പറയാറുണ്ട് 40% ഓഫ് ദി ജനറിക് ഡ്രഗ്സ് യൂസ്ഡ് ഇൻ അമേരിക്കയും 90% ഓഫ് ദി മെഡിസിൻ ഇൻ സെവറൽ ആഫ്രിക്കൻ നേഷൻസും
it is supplied by us, India. Okay, so generic medicines in the വലിയൊരു പവർ ഹൗസ് തന്നെയാണ് ഇന്ത്യ. അപ്പോൾ ഇറ്റ്സ് റെഗുലേറ്ററി മെക്കാനിസംസ് ഹവർ ഫെയിൽ ടു ഡു ദിസ് ജസ്റ്റിസ് ടു ദിസ് ഫാക്ട്. അപ്പോൾ നമ്മൾ ഒരു ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ഉണ്ട്. അവർ നടത്തിയിട്ടുള്ള ഒരു ഇൻസ്പെക്ഷനിൽ 36% ഓഫ് ദി ഇൻസ്പെക്ടഡ് ഡ്രഗ്സും എന്താ പറയുക ഷോ ദാറ്റ് they were showing serious violations and they were shut down in 23-24 alone. അപ്പോൾ state regulators are often lack the resources and autonomy. Drug inspectors are regularly tasked with administrative works. അപ്പോൾ അവരുടെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊന്നും തന്നെ നേരെ നടക്കാറില്ല. സോ ദിസ് ഔട്ട്റേജസ്, അതായത് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്ന സമയത്ത് ഭയങ്കര ക്യൂ ആൻഡ് ക്രൈ എങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ദിസ് ഔട്ട്റേജസ് റയർലി ഫോളോഡ് ബൈ അക്കൗണ്ടബിലിറ്റി. അങ്ങനെ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അപ്പോൾ ദ ഗവൺമെൻറ് ആസ് വെൽ ആസ് ദി റെഗുലേറ്റേഴ്സ് ഇൻ ദിസ് സെക്ടർ ദേ ഹാവ് ടു ഡു മച്ച് ടു റീബിൽഡ് ദി പബ്ലിക് ട്രസ്റ്റ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ നമുക്ക് വാട്ട് ദ പാരന്റ് ഷുഡ് നോ, മേ ബി ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ആസ് എ പാരന്റ് ഇൻ ഫ്യൂച്ചർ മേ ബി. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പാരന്റ് അല്ലെങ്കിൽ ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു സിസ്റ്ററായിട്ട് നമുക്ക് എന്തൊക്കെ കരുതലെടുക്കാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇത് ആദ്യം പറയുന്നതൊന്നുമില്ല ഡയത്തിലും ഗ്ലൈക്കോൾ എന്നുള്ള കാര്യം, ഇതെന്താ ഇഷ്യൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഓഥർ പറയുന്നത് അൺലെസ് കണ്ടാമിനേറ്റഡ് കഫ് സിറപ്പിലൊന്നും വലിയ ഇഷ്യൂസ് വരില്ല. ദേ ക്യാൻ നോട്ട് കോസ് ഡെത്ത് ഇഫ് ദി മെഡിക്കൽ പ്രോട്ടോകോൾ ഇസ് ഫോളോഡ്. ഈ മെത്രോഫോറാൻ ഹൈഡ്രോബ്രോമൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഹാംഫുൾ. ഇറ്റ് ഇസ് എന്താ പറയുക സപ്രസൻ്റ് ആണ്. സോ ഇതൊന്നും ഈ കിഡ്നി ഫെയിലിയർ ഇഷ്യൂസ് ഒന്നും വരുത്തുന്നതല്ല. പക്ഷേ ഈ ഡൈഎത്തിലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദി പ്രോബ്ലം ദാറ്റ് ഈസ് കോസിങ് ദി കണ്ടാമിനേഷൻ എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് സംഭവമുണ്ട്. നമുക്കും അറിയാമായിരിക്കും, നിങ്ങൾക്കും അറിയാമായിരിക്കും. ഡ്രൈ കഫ് ഉണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റണ്ണിങ് നോസ് വരുന്ന ഒരു സ്റ്റേറ്റും ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴത്തേക്കും നേസൽ കൺജസ്റ്റന് വേണ്ടി നമ്മൾ ഡീകൺജസ്റ്റൻസാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു കഫ് സപ്രസൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രൈ കഫ് വരുന്ന ആ ഒരു സമയത്താണ് ഈ രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ജനറലി ഈ രണ്ടും തന്നെ ഇൻഫാൻസിനൊക്കെ കൊടുക്കാറില്ല. US-ലൊക്കെ ദേ ഡോണ്ട് പ്രിസ്ക്രൈബ് ദം ഫോർ ചിൽഡ്രൻ അണ്ടർ 4. അപ്പോൾ ഈ രീതിയിൽ വരുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഫ് സിറപ്സ് ആർ ദി ഓവർ ദി കൗണ്ടർ ഡ്രഗ്സ്, അതായത് ദേ ക്യാൻ ബി സോൾഡ് വിത്തൗട്ട് ദി പ്രിസ്ക്രിപ്ഷൻ ഓഫ് ദി ഡോക്ടർ എന്നുള്ള കാര്യം. അപ്പോൾ ഇത് വരുമ്പോഴാണ് ഫാമിലിയൊക്കെ പെട്ടെന്ന് പോയത് വരുന്നത്. സോ ബൈ ഇറ്റ് ഓൺലി വെൻ ദി ഡോക്ടർ പ്രിസ്ക്രൈബ്സ്. ദിസ് ഇസ് ദി ഫസ്റ്റ് തിങ് ദാറ്റ് വി ഹാവ് ടു ഡു. കഫ് സിറപ്പ് ആണെങ്കിൽ പോലും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രം ചെയ്യുക. ആൻഡ് അതിപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അതൊരു പീഡിയാട്രീഷ്യൻ തന്നെ പറയണം. ഒരു ജനറൽ മെഡിസിൻകാർക്ക് മേ ബി ദേ ഡോണ്ട് നോ കാരണം ഇപ്പോൾ ആ ഒരു ഇത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഡോക്ടറിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്തിനാ അത് പ്രിസ്ക്രൈബ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടേഴ്സ് മസ്റ്റ് ഓൾസോ ബി കെയർഫുൾ റിഗാർഡിംഗ് ദിസ്. അപ്പോൾ ഇത് പീഡിയാട്രീഷ്യന് മാത്രമേ എത്ര ഡോസിൽ കൊടുക്കാവൂ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാവൂ. ആ രീതിയിൽ വേണം ചെയ്യാൻ. ആൻഡ് ഡോസിങ് സ്പൂൺ ഉപയോഗിച്ച് വേണം കൊടുക്കാനായിട്ട്. ടീ സ്പൂണും കണ്ണുന്ന സ്പൂണും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കരുത്. കൃത്യമായിട്ടുള്ള ഡോസ് വേണം. കാരണം അത് മേ ബി അവർക്ക് താങ്ങാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പിന്നെ ആക്ച്വലി 2 days ബിഫോർ ഹിന്ദുവിൽ വന്നിട്ടുള്ളതാണ് എൻഷുർ കംപ്ലയിൻസ് എന്ന് പറഞ്ഞിട്ട്. ഇതേ കാര്യമാണ് അതിനകത്ത് പറയുന്നത്. ആദ്യം ഈ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ സ്കെഡ്യൂൾ എം എന്ന് പറയുന്നത് വേറൊന്നുമല്ല കേട്ടോ. അതായത് ഡ്രഗ് കംപ്ലയിൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റിവൈസ് സ്കെഡ്യൂൾ എം, അതായത് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ സെക്ടേഴ്സിൽ റെഗുലേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിനകത്ത് കുറച്ച് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സ് ഒക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ സ്കെഡ്യൂൾ എമ്മിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ഇതിന് കുറേ കൂടെ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യണം. എത്രമാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇത് നമ്മുടെ ഒരു ആക്ട് ഉണ്ട്, ഡ്രഗ്സ് കൺട്രോൾ ആക്ട് ഉണ്ട്. അതിൻ്റെ അടിയിലാണ് ഈ ഒരു സ്കെഡ്യൂൾ എം വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് അബവ് പെർമിസിബിൾ ആയിട്ടുള്ള ലെവൽ DEG ഉണ്ടെന്നുള്ളത് കണ്ടെത്തിയിരുന്നു തമിഴ്നാടിൻ്റെ സാമ്പിളിൽ. പക്ഷേ വേറെ രാജസ്ഥാനിലും മധ്യപ്രദേശിലൊന്നും അങ്ങനെ ഇല്ല എന്നൊക്കെ സെൻറ്റർ പറയുന്നുണ്ടായി. ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം ഇതാണ്, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഗുഡ് ലബോറട്ടറി പ്രാക്ടീസസ്, ഡ്രഗ് റൂൾസ് എന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്ന സാധനത്തിനകത്ത് ഈ കണ്ടാമിനേറ്റഡ് ബാച്ച് അത് ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? യു ഷുഡ് ഹാവ് എ സീറോ ത്രഷോൾഡ് ഫോർ പുവർ ക്വാളിറ്റി ഡ്രഗ്സ്. സോ വി നീഡ് എ ഹോക്ക് ലൈക്ക് മോണിറ്ററിങ്, അതായത് സൂക്ഷ്മമായിട്ടുള്ള ഒരു മോണിറ്ററിങ് സംഭവം നമുക്ക് വേണം. ആൻഡ് ആക്ഷൻസ് ആൻഡ് വി നീഡ് ടു ടേക്ക് ആക്ഷൻസ് വെൻ ദ വയലേഷൻസ് ആർ ഡിറ്റക്റ്റഡ് എന്നുള്ള കാര്യം. സോ പ്രാക്ടീസസ്, അതായത് ലബോറട്ടറി റെഗുലേറ്റഡ് പ്രാക്ടീസസ് ഒക്കെ ഉണ്ട്. പക്ഷേ വാട്ട് ഇസ് നീഡഡ് ഇസ് എ സീരിയസ്നെസ് ഇൻ ഹാൻഡിലിംഗ്. അതായത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അത് സീരിയസ് ആയിട്ട് കണ്ട് ആ ഒരു അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്ത് ഇനിയെങ്കിലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. വിത്ത് റെഗുലർ സർപ്രൈസ് ഇൻസ്പെക്ഷൻസ് ഫോർ ദി ഡ്രഗ് ബാച്ചസ്. സോ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു സെൻഡ് ദി മെസ്സേജ് ഡൗൺ ടു ദി അസംബ്ലി ലൈൻ ദാറ്റ് എന്താ പറയുക, ദ ഗവൺമെന്റ് വിൽ നോട്ട് ബ്രൂക്ക് എനി ഷോർഡിനെസ് ഓർ വയലേഷൻസ് ദാറ്റ് എൻഡേഞ്ചർ ദ ലൈഫ്സ് ഓഫ് ദ പീപ്പിൾ. കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് ഈ പറഞ്ഞ മാനുഫാക്ചറേഴ്സിന് പോകണം. എന്നാൽ മാത്രമേ അവർ കൂടുതൽ കെയർഫുൾ ആയിരിക്കുള്ളൂ, കണ്ടാമിനേഷനൊക്കെ ചെക്ക് ചെയ്യുള്ളൂ എന്നുള്ള കാര്യമാണ് ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് പോകാം. ഇത് സയൻസ് പേജിൽ ഇന്നലെ October 8 വന്ന ആർട്ടിക്കിളാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
മാമൽസ് നമുക്കറിയാം, നമ്മളെല്ലാവരും മാമൽസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ബാറ്റ്സ് ബിക്കം ദി ഓൺലി മാമൽസ് ഹൂ ആർ ഏബിൾ ടു ഫ്ലൈ എന്നുള്ള കാര്യമാണ്. സോ ഇതിനകത്ത് ബേസിക്കലി എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, ദേ ആർ ആക്ച്വലി റീയൂസിങ് ദ ഓൾഡ് ജീൻസ് ടു ബിക്കം ദി ഓൺലി മാമൽസ് ടു ഫ്ലൈ. ബിക്കോസ് ആ ബാറ്റ്സിൻ്റെ എന്താ പറയുക ഫിംഗേഴ്സ്, അതിനെ നമ്മൾ ഡിജിറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ദേ ആർ ഹാവിങ് കീപ്പിംഗ് എ ഷീറ്റ് ഓഫ് സ്കിൻ ബിറ്റ്വീൻ ദിയർ ഫിംഗേഴ്സ് ആൻഡ് അതർ അതായത് അതർ മാമൽസ്, നമ്മൾ ഉൾപ്പെടെ വരുന്ന അതർ മാമൽസിനകത്ത് ദിസ് ഡിസപ്പിയേഴ്സ് ബിഫോർ ദി birth in a process called apoptosis. നല്ല വാക്കാണ് ഇതൊക്കെ. എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നുള്ള കാര്യം മേ ബി ഇതെന്താണെന്നുള്ള കാര്യം ചോദിക്കാൻ വന്നേക്കും, പക്ഷേ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അപ്പോപ്റ്റോസിസ് എന്ന് പറയുന്നത് അതിനകത്താണ് ഈ ഒരു ഫിംഗേഴ്സിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്കിൻ നമുക്ക് മാമൽസിലുണ്ടെന്നുണ്ടെങ്കിൽ ബിഫോർ ബർത്ത് അത് പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് വെർ ദ സെൽ ഡൈസ് ഓൺ പർപ്പസ്, അത് സാധാരണ രീതിയിൽ നടക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ബേസിക്കലി ഒരുപാട് റിസർച്ച് അത് പോകുന്നുണ്ട്, ഈ ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ റിസർച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഈ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഈ ബാറ്റ്സിൻ്റെ ഫിംഗേഴ്സ് ആണ് കേട്ടോ. ദി ആർ കണക്റ്റഡ് ബൈ എ തിൻ ഷീറ്റ് ഓഫ് സ്കിൻ കോൾഡ് ചിറോപാറ്റജിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കിന്നാണ്. അതായത് ഫിംഗേഴ്സിനിടയിലുള്ള ബാറ്റ്സിൻ്റെ ഫിംഗേഴ്സിനിടയിലുള്ള സ്കിന്നാണ് നമ്മൾ ചിറോപാറ്റജിയം എന്ന രീതിക്ക് പറയുന്നത്. പക്ഷേ വിച്ച് ഇസ് മേഡ് അപ്പ് ഓഫ് എന്താ പറയുക, ആ ഒരു ഫ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു സംഭവം. പക്ഷേ ഈ ഒരു സാധനം ഇറ്റ് ആക്ച്വലി ഡിസപ്പിയേഴ്സ്. മാമൽസിൻ്റെ എല്ലാ മാമൽസിലും ഇത് ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് ഫിംഗേഴ്സ് ഡിസപ്പിയർ ബിഫോർ ദ ബർത്ത് ഇൻ എ പ്രോസസ് വേർ ദേ ഡൈ ഓൺ പർപ്പസ് കോൾഡ് അപ്പോപ്റ്റോസിസ്. അപ്പോൾ ഇതിനകത്ത് സർപ്രൈസിംഗ്ലി ഇപ്പോൾ വൺ ലീഡിംഗ് ഹൈപ്പോത്തസിസ് ഇസ് ദാറ്റ് ബാറ്റ്സ് ഇവോൾവ് ഫ്ലൈറ്റ് ബൈ സപ്രസിംഗ് ദിസ് ഇന്റർ ഡിജിറ്റൽ സെൽ ഡെത്ത്. അതായത് ഈ ഒരു പ്രോസസ്സിനെ സപ്രസ് ചെയ്തുകൊണ്ടാണ് ബാറ്റ്സിൻ്റെ രീതിയിൽ സ്കിൻ പോകാതിരുന്നത്. അപ്പം അങ്ങനെ ആ സ്കിൻ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ളത്. പക്ഷേ എന്നാലും ഇത് എങ്ങനെയാണ് ശരിക്കും ഇത് തന്നെയാണോ ഈ അപ്പോപ്റ്റോസിസ് എന്ന് പറയുന്ന സാധനം സപ്രസ് ചെയ്തതാണോ എന്ന് പറഞ്ഞ് കുറേ ടെസ്റ്റൊക്കെ കണ്ടക്ട് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് കുറേ സ്പീഷീസ്, അത് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വേണ്ട, ഇതിനകത്ത് ജീൻസ് ലിങ്ക് ടു ദ സെൽ ഡെത്ത്, അതായത് ഈ സെൽസ് മരിക്കാനായിട്ടുള്ള ആ ഒരു റീസൺ ആവുന്ന 2 ജീൻസ് ഉണ്ട്, ALDH LA2 BMP2. ഇതൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. അപ്പോൾ ആ രീതിയിൽ ആ 2 സാധനം ഉള്ളപ്പോഴാണ് ഈ ഒരു ഇത് വരുന്നത്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദീസ് 2 ജീൻസ് വെർ ആക്റ്റീവ് ഇൻ ദ ടിഷ്യൂസ് ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ് ഈവൻ ഇൻ ദ ബാറ്റ്സ് വെർ ദ ചിറോപാറ്റിയം പെർസിസ്റ്റഡ്. സോ ദിസ് മെന്റ് ദാറ്റ് ഈ പറഞ്ഞ, അതായത് ഇത് ആണ് റെസ്പോൺസിബിൾ ഫോർ ആ ഡെത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ചിറോപാറ്റജിയത്തിലും ഉണ്ടായിരുന്നു, ഏതാ ഈ ബാറ്റ്സിൻ്റെ അതിനകത്ത്. എന്നിട്ട് പോലും ദിസ് മെന്റ് ദാറ്റ് അതായത് ബാറ്റ്സ് ആർ ബീൻ ഏബിൾ ടു കീപ് ദാറ്റ് സ്കിൻ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും this meant that the cell death did still happen, challenging the hypothesis that wing tissues are retained because of cell death is inhibited. അതായത് സെൽ ഡെത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് നടക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ 2 ജീൻസ് അതിനകത്തുള്ളത് കൊണ്ട് സെൽ ഡെത്ത് നടക്കുന്നു. പക്ഷേ എന്നിരുന്നാലും ദേ ആർ ഏബിൾ ടു റീറ്റെയിൻ ദാറ്റ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിങ്ങനെ വരുന്ന കുറേ പോയപ്പോഴാണ് ദേ ഫൗണ്ട് ദാറ്റ് ദേ സ്പെഷ്യലൈസ്ഡ് പോപ്പുലേഷൻ ഓഫ് ഫൈബ്രോബ്ലാസ്റ്റ് കണക്റ്റീവ് ടിഷ്യൂസ് പ്രസൻറ്റ് ഓൺലി ഇൻ ദ ബാറ്റ് ഫോർ ലിംസ്. അങ്ങനൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫീച്ചർ അവിടെ ഉണ്ട്. അതും റെസ്പോൺസിബിൾ വേറെ കുറച്ച് ജീൻസ് ആണ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള MEIS2 പിന്നെ TBX3 എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ എങ്ങനെ പ്രിലിംസിന് എന്ത് ചോദിക്കുന്നു എന്ന് അറിയാത്തതുകൊണ്ട് ഇതൊക്കെ പഠിക്കുന്നു പറയാൻ പറ്റുന്നില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ഫൈബ്രോബ്ലാസ്റ്റ് ഉണ്ടാവുന്നത് കൊണ്ടാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഇൻവെന്റിംഗ് എ ന്യൂ സെൽ ടൈപ്പ്, അതൊരു എവല്യൂഷൻ്റെ പാർട്ടായിട്ടാണ് വരുന്നത്. അതർ മാമൽസിൽ ഈ ജീൻസ് ആർ സ്വിച്ച്ഡ് ഓഫ് ബിഫോർ ദി ഫിംഗേഴ്സ് ഫോം. ബാക്കിയുള്ള നമ്മളെ പോലുള്ള മാമൽസിനകത്തും ഇതുണ്ട്, പക്ഷേ അത് സ്വിച്ച് ഓഫ് ചെയ്യപ്പെടുകയാണ്. പക്ഷേ ബാറ്റ്സിൽ അത് സ്വിച്ച് ഓൺ ചെയ്യപ്പെടുന്നില്ല, സ്വിച്ച് ഓഫ് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെയാണ് ബാറ്റ്സ് ദേ ആർ സ്വിച്ച്ഡ് ബാക്ക് ഓൺ ഇൻ ദി ഡിസ്റ്റൽ ലിംബ് നിയർ ദി എന്താ പറയുക നിയർ ദി ഡെവലപ്പിംഗ് ഡിജിറ്റ്സ്. ഈ രീതിയിൽ വരുന്നത് കൊണ്ടാണ്, ആ ഫൈബ്രോബ്ലാസ്റ്റ് ഫോർമേഷൻ്റെ കാര്യം കൊണ്ടാണ് ഇത് വരുന്നത്. സോ ദർ ഇസ് എ ജെനറ്റിക് റീഡിപ്ലോയ്മെൻറ്റ് നോൺ ആസ് എവല്യൂഷണറി കോ ഓപ്ഷൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റീസൺ. കാരണം ഇതൊക്കെ പിന്നെ വീണ്ടും ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി, ഒരു മൈസിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ദേ ഓൾസോ ഡെവലപ്ഡ് ഈ വെബ്ഡ് ഡിജിറ്റ് എന്നുള്ള. വെബ്ഡ് ഡിജിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കും ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഇത് വന്നു. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു എവല്യൂഷണറി നമ്മൾ പഠിക്കുന്നത് പല യൂസ് ഉണ്ടാവും. ഇതിനകത്ത് നമ്മൾ ദിസ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ്. ഈ ഒരു കോജനിറ്റൽ കണ്ടീഷൻ ഉണ്ട്, സിൻഡാക്റ്റൈൽ എന്ന് പറഞ്ഞിട്ട്, വെർ ഫിംഗേഴ്സ് റിമെയിൻ ഫ്യൂസ്ഡ്. അപ്പോൾ ഈ ഒരു സ്റ്റഡീസ് ദേ മേ ഷെയർ ദി മെക്കാനിസംസ് വിത്ത് ദി ബാറ്റ് വിങ്സ് ഫോർമേഷൻ. അപ്പോൾ നോയിങ് സച്ച് എ ജീൻ ഇൻഫ്ലുവൻസ് ദി ഡിജിറ്റ് സെപ്പറേഷൻ കുഡ് ഹെൽപ്പ് ദി ബെറ്റർ ഡയഗ്നോസിസ് ഓർ സം ടൈം ഇൻ ദ ഫ്യൂച്ചർ ഈ ഒരു സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതിനെ റിലീവ് ചെയ്യാനും കൃത്യമായിട്ട് നമ്മളെ പോലെ ഹാൻഡ്സ് ഉണ്ടാക്കാനും ആ ഒരു കണ്ടീഷനിൽ നിന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന നിലയ്ക്കും മേ ബി വി ക്യാൻ ഡെവലപ്പ് ദിസ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഓൾ ദിസ് സച്ച് എന്താ പറയുക എക്സ്പെരിമെൻറ്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us. ഓക്കെ, നമ്മളിനി അടുത്ത ആർട്ടിക്കിളിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പക്ഷേ ചെറിയ ആർട്ടിക്കിൾസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്ന്, ദ റിന്യൂവബിൾസ് ഹാവ് സർപ്പാസ്ഡ് ദി കോൾ ആസ് ദി വേൾഡ്സ് ലീഡിംഗ് പവർ സോഴ്സ് എന്നുള്ളതാണ്. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇന്ന് വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി എ പോസിറ്റീവ് ട്രെൻഡ്. നമ്മളെപ്പോഴും എന്താ പറയുക എൻവിസേജ് ചെയ്യുന്ന ഒരു ഡെവലപ്മെൻറ്റ് തന്നെയാണ്. കോളിൻ്റെ യൂസ് നമ്മൾ കുറയ്ക്കണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ടൈം ഇൻ ദി
എന്താ പറയുക ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഇയറിലാണ് ഫസ്റ്റ് ടൈം എവർ ഇതുവരെയുള്ള രീതിയിൽ റിന്യൂവബിൾസ് എനർജീസ് ഹാവ് എക്ലിപ്സ് ദി കോൾ ആസ് ദി വേൾഡ്സ് ലീഡിംഗ് പവർ സോഴ്സ്. അപ്പോൾ അതൊരു എംബർ എന്ന് പറഞ്ഞ് UK ബേസ്ഡ് ഇതാണ് പറഞ്ഞിരിക്കുന്നത്, അത് കാര്യമില്ല. അപ്പോൾ നമ്മളിത് ദിസ് ഇസ് ബ്രോഡ്ലി ആക്ച്വലി അലൈനിങ് വിത്ത് ഇന്ത്യാസ് ഡെവലപ്മെൻറ്റ് ഓൾസോ. ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടിൽ ജൂൺ നോൺ ഫോസിൽ ഫ്യൂവൽ സോഴ്സസ് അക്കൗണ്ട് ഫോർ 50.1% ഓഫ് ഇസ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്നുള്ള കാര്യം. അപ്പോൾ നമ്മളും റിന്യൂവബിൾ എനർജീസ്, നോൺ ഫോസിൽ ഫ്യൂവൽസ്, റിന്യൂവബിൾ ഇത് മാത്രമാണെന്നില്ല, നോൺ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോൾ, തെർമൽ പവർ പ്ലാന്റ്സ് ഒന്നും അല്ലാതെ ഉള്ള ബാക്കി എല്ലാം കൂടെ ചേർത്തിട്ടാണ്, വിച്ച് ഇൻക്ലൂഡ്സ് ന്യൂക്ലിയർ, ലാർജ് ഹൈഡ്രോ ആൻഡ് റിന്യൂവബിൾസ്. അപ്പോൾ ഈ ന്യൂക്ലിയറും ലാർജ് ഹൈഡ്രോവും ആക്ച്വലി വി ഡോണ്ട് ഇൻക്ലൂഡ് അണ്ടർ റിന്യൂവബിൾസ്. റിന്യൂവബിൾസിനകത്ത് സ്മോൾ ഹൈഡ്രോ, സോളാർ, വിൻഡ്, ബയോഗ്യാസ് ഇതൊക്കെയാണ് റിന്യൂവബിൾസിൽ വരുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ള നോൺ ഫോസൽ ഫ്യൂവൽ ഇറ്റ് ഇസ് ആക്ച്വലി നൗ അക്കൗണ്ടിങ് ഫോർ 50.1%, ഏകദേശം 50 എന്നുള്ള രീതി കണ്ടാൽ മതി. സോ അത് നേരത്തെ 2015 30%, 2020 ഇപ്പോൾ 38%, പക്ഷേ ഒരു ലാസ്റ്റ് 5 years ആയിട്ട് ഇറ്റ് ഹാസ് ബീൻ ഷാർപ്ലി ഇൻക്രീസിങ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പാരീസ് അഗ്രിമെൻ്റിൻ്റെ കാര്യം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എൻവയൺമെൻറ്റ് ക്ലാസ്സിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2005 അച്ചീവ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഒരു രീതിയിൽ 40% ബൈ 2030 ആയിരുന്നു നമ്മുടെ ടാർഗറ്റ്, പക്ഷേ നമ്മളതിനെ 50% ബൈ 2022 എന്നുള്ള രീതിക്ക് ആക്കി നമ്മളത് ഇപ്പോൾ അച്ചീവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ പക്ഷേ നമ്മളൊരു ചെറിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് കോൾ രണ്ട് സ്ഥലത്തും ചൈനയിലും ഇന്ത്യയിലും ഡിപ്പ് ഉണ്ടായി, പക്ഷേ ദ ഡിപ്പ് ഇൻ ഇന്ത്യ വാസ് ഡീംഡ് ടെമ്പററി വൈൽ ഇറ്റ് വാസ് സൈറ്റഡ് മോർ സ്ട്രക്ചറൽ ഇൻ ചൈന. അപ്പോൾ ചൈന ഇസ് ആക്ച്വലി എ വെരി ലീഡർ ഇൻ ടേംസ് ഓഫ് ദി റിന്യൂവബിൾ എനർജി. അതുകൊണ്ട് തന്നെയാണ് അത് സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് ഇവർ വിശേഷിപ്പിക്കുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടോപ്പ് 4 കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റിംഗ് നേഷൻസ്, ഇതൊക്കെ ഫിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോപ്പ് 4 CO2 എമിറ്റേഴ്സിനകത്ത് ചൈനയാണ് ഫസ്റ്റ്, പിന്നെ USA ആണ് സെക്കൻഡ് വരുന്നത്, തേർഡ് ആണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ ഇസ് ദ തേർഡ് ലാർജസ്റ്റ് എമിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ളതും പിന്നെയാണ് യൂറോപ്യൻ യൂണിയൻ വരുന്നത്. ഇതൊക്കെ എങ്ങനെയെങ്കിലും ഓർഡർ ആയിട്ട് ചേഞ്ച് ചെയ്യാനൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 80% ഓഫ് ദി ന്യൂ റിന്യൂവബിൾ ക്ലീൻ എനർജി കപ്പാസിറ്റീസ് എക്സ്പെക്റ്റഡ് ടു കം ഫ്രം സോളാർ. അതിൽ തന്നെ ചൈന വുഡ് റിമെയിൻ ദി ബിഗ്ഗസ്റ്റ് ഗ്രോത്ത് മാർക്കറ്റ് ഫോർ റിന്യൂവബിൾസ്. ഇന്ത്യ ഇസ് എമർജിംഗ് ആസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് ഇൻ ഓവർ ദി ഡെക്കേഡ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് കണ്ടോ, സോളാറിൻ്റെ കാര്യത്തിനകത്ത് ഗ്ലോബൽ എനർജി മിക്സിൽ കൂടിയിട്ടുണ്ട് 6.9 to 8.8%. അതിൽ തന്നെ ചൈന ആണ് ഏറ്റവും അക്കൗണ്ടഡ് ഫോർ 55% ഓഫ് ദി ഗ്ലോബൽ സോളാർ എനർജി ജനറേഷൻ, ഫോളോഡ് ബൈ US 14%, പിന്നെ EU ആൻഡ് ഇന്ത്യ. അപ്പോൾ ഇത് ചിലപ്പം ചോദിച്ചേക്കാം ചൈന, അത് കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ചൈന ഇസ് റെസ്പോൺസിബിൾ ഫോർ ദി മോർ ദാൻ 50% ഓഫ് ദി അഡീഷൻ ഇൻ ദി ഗ്ലോബൽ സോളാർ എനർജി കപ്പാസിറ്റി എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതൊരു സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് റിന്യൂവബിൾസിൻ്റെ ഷെയർ ഉണ്ട്, അത് കാര്യമാക്കേണ്ട, നിങ്ങൾ ഇത്രയും മാത്രമാണ് നമുക്ക് ഇതിനകത്ത് മേജർലി നോക്കേണ്ടതായിട്ടുള്ളത്. തെർമൽ പവർ പ്ലാന്റ്സിൻ്റെ കാര്യം ഇപ്പോൾ ഒരു 49 അതായത് തെർമൽ എന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂവൽ. അപ്പോൾ ഫോസിൽ ഫ്യൂവൽ 49.9% ആയിട്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഇത് PAB ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള 2 ഗ്രാഫ്സ് ആണ്, ജൂൺ 2025 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമ്മളിതിൻ്റെ ഒരു ഓർഡർ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, എന്ത് ഓർഡറിലാണ് എത്രയാണ് ഒരു റാങ്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സോളർ എനർജി അല്ലെങ്കിൽ വിൻഡ് എനർജി അടുത്തത് എന്നുള്ള ആ ഒരു റാങ്കിങ് നമ്മൾ പഠിച്ചു വെക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തത് ഒരു എഡിറ്റോറിയലാണ്, ദ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ്. നമ്മൾ പല പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ. അതിന് ഒരു നല്ല രീതിയിൽ നമ്മുടെ External Affairs Ministry addressed in a conference. അപ്പോൾ അദ്ദേഹം പറയുന്നത് its objective is to use the relation with all the major powers ടു ആക്സിലറേറ്റ് ഇന്ത്യാസ് ഗ്രോത്ത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ റൈസിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റിലേഷൻ വിത്ത് ഓൾ ദി മേജർ പവേഴ്സിനെ അഡ്ജസ്റ്റ് ചെയ്ത് എന്താ പറയുക മെന്യൂവർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമിയുടെ കാര്യം. സോ ഹി എലാബറേറ്റഡ് ഓൺ ദി വെരി എസെൻഷ്യൽ കോൺസെപ്റ്റ് ദാറ്റ് ദി ഗ്രേറ്റർ അൺസർട്ടനിറ്റി ഇൻ ദി ഫോറിൻ പോളിസി. ആ ഒരു ടൈമിലാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. സോ സ്ട്രാറ്റജിക് ഓട്ടോണമി ഇസ് നോട്ട് എൻ ആബ്സ്ട്രാക്ട് അംബിഷൻ ഓർ എൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. ഹി സീസ് എ പ്രാഗ്മാറ്റിക് മെത്തഡോളജി ഫോർ ഇന്ത്യാസ് എൻഗേജ്മെന്റ് വിത്ത് ദി മേജർ പവേഴ്സ് അറ്റ് എ ടൈം ഓഫ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച്. അപ്പോൾ നമ്മൾ ഒരു പവറുമായിട്ട് അലൈൻ ചെയ്യുന്നില്ല. നമ്മൾ ഫ്രം ദി ഇൻഡിപെൻഡൻസ് ഇറ്റ് സെൽഫ് വി ഡോണ്ട് അലൈൻ വിത്ത് എനി പവർ. അപ്പോൾ അദ്ദേഹം അതിനകത്ത് നമ്മൾ ദ ട്രീറ്റി വിത്ത് എന്താ പറയുക റഷ്യ, ആ സമയത്ത് സോവിയറ്റ് യൂണിയനുമായിട്ട് നമ്മൾ ചെയ്ത ട്രീറ്റിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്താൽ പറയുന്നത്. കാരണം ആ സമയത്ത് ഇത് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയായിരുന്നു, നമ്മളത് ചെയ്തു. പക്ഷേ വി ഡു നോട്ട് അലൈൻ വിത്ത് എനി വൺ പവർ. So as India becomes stronger, its emphasis on seeking freedom of choice is not a slogan but an intrinsic to the great power relations. അതായത് എല്ലാ മേജർ പവേഴ്സുമായിട്ടും, അതായത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് തന്നെ പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ റിലേഷൻ വിത്ത് ഓൾ ദി മേജർ പവേഴ്സ് ടു ആക്സിലറേറ്റ് ഇന്ത്യാസ് റൈസ് ആൻഡ് ടു എമർജ് ആസ് എൻ ഇമ്പോർട്ടൻറ്റ് പോൾ ഇൻ ദി ഇൻ്റർനാഷണൽ സിസ്റ്റം. മൾട്ടി പോളാർ നമ്മൾ ഗ്ലോബൽ ഓർഡർ എന്ന് പറയാറുണ്ട്, അതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോൾ ആയിട്ട് ഇന്ത്യയും വരണം. അതിന് വേണ്ടി ഇന്ത്യയുടെ ഇൻട്രസ്റ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അതാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറഞ്ഞ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഓട്ടോമാറ്റിക് അല്ല, ഇറ്റ് ഇസ് ഡീപ്ലി ലിങ്ക് ടു ഇന്ത്യസ് അഡാപ്റ്റബിലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സോ അക്കോർഡിംഗ് ടു ജയശങ്കർ, വേൾഡ് ഒരുപാട് ഫ്രാക്ചർ ആവുന്ന സമയത്ത് ദർ ഇസ് എ സ്ട്രോങ് കേസ് ഫോർ സ്ട്രാറ്റജിക് ഓട്ടോണമി സോ ദാറ്റ് ഇന്ത്യ മസ്റ്റ് അവോയ്ഡ് സിറ്റിംഗ് ഓൺ ദി ഫെൻസ്
പക്ഷേ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് എന്താ പറയുക അട്രാക്ട് ചെയ്ത് പോകാനും പാടില്ല, ആരെങ്കിലും കൂടെ അലൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് പോകാനും പാടില്ല, പക്ഷെ ഒന്നും മിണ്ടാതിരിക്കാനും പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രാറ്റജിക് ഓട്ടോണമി ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഇത് ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി എന്നുള്ള രീതിയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ഐ നോ ഐ ഹാവ് ടേക്കൻ സം ടൈം, പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ റീഹൈഫനേഷൻ എന്ന് പറയുന്ന കാര്യം? ഈ റീഹൈഫനേഷൻ പറയുന്നതിന് മുന്നേ വേറൊരു ടേം ഉണ്ട്, ഡീഹൈഫനേഷൻ എന്ന് പറഞ്ഞിട്ട്. ഡീഹൈഫനേഷൻ. അപ്പോൾ ഈ ഡീഹൈഫനേഷൻ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് എഴുതുന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡീഹൈഫനേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോറിൻ പോളിസി സ്ട്രാറ്റജിയാണ്. വേറെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേഷൻ മെയിൻറ്റെയിൻസ് എ സെപ്പറേറ്റ് റിലേഷൻ, ഓക്കെ, സെപ്പറേറ്റ് ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റിലേഷൻ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റിലേഷൻ വിത്ത് 2 or 3 countries which has conflicting interest. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇസ്രായേൽ പാലസ്റ്റീൻ്റെ ഒരു ഇഷ്യൂവിനകത്ത് ബേസിക്കലി വി ഹാവ് റിലേഷൻസ് വിത്ത് ഇസ്രായേൽ ആസ് വെൽ ആസ് ദി പാലസ്റ്റീനിയൻ അതോറിറ്റി. അപ്പോൾ ഈ രീതിയിൽ വരുമ്പോഴത്തേക്കും അതൊരു എന്താ പറയുക ഡീഹൈഫനേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. നമ്മൾ ഇസ്രായേലുമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പാലസ്റ്റീനും സപ്പോർട്ട് ചെയ്യുന്നതിനെ നമ്മൾ കുറയ്ക്കുന്നൊന്നുമില്ല, അതേസമയം പാലസ്റ്റീനുമായിട്ട് എൻഗേജ് ചെയ്യുന്ന സമയത്ത് ഇവിടെയും അത് കുറയ്ക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ വരുമ്പോഴത്തേക്കും വി ആർ ആക്ച്വലി പെർസ്യൂയിങ് ദി നാഷണൽ ഇൻട്രസ്റ്റ്. ഏതൊരു കൺട്രിയാണോ ഒരു ഡീഹൈഫനേറ്റഡ് പോളിസി ചെയ്യുന്നത് അത് നാഷണൽ ഇൻട്രസ്റ്റ് ആണ് അവരുടെ പ്രധാനം. ആൻഡ് ഓരോ കൺട്രീസുമായിട്ടുള്ള റിലേഷൻസിനെ അതിൻ്റെ തന്നെ മെറിറ്റിലായിരിക്കും നമ്മൾ എന്താ പറയുക അത് ഡീൽ ചെയ്യുന്നത്, അല്ലാതെ എന്തെങ്കിലും ഒരു അലൈൻമെൻറ്റോ കാര്യങ്ങളോ വെച്ചിട്ടൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. അതാണ് ഡീഹൈഫനേറ്റഡ് പോളിസി എന്നുള്ള രീതിക്ക് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഹൈഫനേറ്റഡ് പോളിസി ആണ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് അതായത് അപ്പം ഈ റീഹൈഫനേഷൻ അല്ലെങ്കിൽ പഠിക്കുന്നതിന് ഇപ്പോൾ അപ്പോൾ ഹൈഫനേറ്റഡ് പോളിസി എന്ന് പറയുന്നത് രണ്ടും കൂടെ ചേർത്ത് കാണുക. അതായത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം US ആസ് വെൽ ആസ് ഇന്ത്യ ആ രീതിയിൽ ഹിസ്റ്ററിയിൽ പറയുമ്പോഴത്തേക്കും ആദ്യം US നമുക്ക് എതിരായിരുന്നു. ദേ യൂസ് ടു ട്രീറ്റ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ആസ് സെയിം. അതായത് ഒരാൾക്കൊരു ഗെയിൻ കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് അത് നഷ്ടമാണ് എന്നുള്ള രീതിക്കായിരുന്നു നമ്മളെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അവർ ഇയേഴ്സ് ഓഫ് ഡിപ്ലോമാറ്റിക് എഫേർട്സ് അതുകൊണ്ട് നമ്മൾ ഈ ഡീഹൈഫനേഷൻ പ്രൊമോട്ട് ചെയ്ത് അത് സക്സസ്ഫുള്ളും ആയിരുന്നു. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ഒബാമ അല്ലെങ്കിൽ ബുഷിൻ്റെ ടൈം മുതൽ തന്നെ ബുഷ്, ഒബാമ ആൻഡ് ട്രംപിൻ്റെ ഫസ്റ്റ് ടൈമിലൊക്കെ തന്നെ വലിയ വിഷയമില്ല. പക്ഷേ നൗ ദർ ഇസ് റൈസിങ് കൺസേൺ ഓഫ് റീഹൈഫനേഷൻ. കാരണം എന്താ, ഇപ്പോൾ ട്രംപ് എപ്പോഴൊക്കെ ഇന്ത്യ പറയുന്നു അപ്പോഴൊക്കെ പാകിസ്ഥാനെ കുറിച്ചും പറയുന്നുണ്ട്. പാകിസ്ഥാൻ ഒരുപാട് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മേ ബി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, പാകിസ്ഥാനിനെ കുറിച്ച് മേജർ ഓയിൽ റിസർവ്സ് ഒക്കെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മേ ബി ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മേ ബി പാകിസ്ഥാൻ വിൽ ബി സെല്ലിങ് ഓയിൽ ടു ഇന്ത്യ എന്നൊക്കെ ട്രംപ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കുറേ മണ്ടത്തരമുണ്ട്, പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ റീഹൈഫനേഷൻ, വീണ്ടും ഇന്ത്യയിലെയും പാകിസ്ഥാനെയും ഒരുമിച്ച് കാണുക, ഒന്നിൻ്റെ വിജയം എന്ന് പറയുന്നത് മറ്റതിൻ്റെ പരാജയം എന്നുള്ള രീതിക്ക് കാണാം. ഇന്ത്യ ഡസൻറ്റ് വാണ്ട് ദാറ്റ്. ഇന്ത്യ ഡസൻറ്റ് വാണ്ട് ടു ബി ഹൈഫനേറ്റഡ് വിത്ത് പാകിസ്ഥാൻ. അതുകൊണ്ടാണ് നമ്മൾ ഡീഹൈഫനേഷൻ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ടേം അറിയാം, പെട്ടെന്ന് ഹൈഫനേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാവില്ല. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ എന്താ പറയുക എമർജിങ് റീഹൈഫനേഷൻ വിത്ത് പാകിസ്ഥാൻ നടക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സ്ട്രാറ്റജിക് ഓട്ടോണമി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അത്രയും മാത്രം അറിഞ്ഞാൽ മതി. ഇത് ആക്ച്വലി ഇന്നലെ മെനിഞ്ഞാന്നോ വന്നൊരു ആർട്ടിക്കിളാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. അത്ര മാത്രമേ ഇതിനകത്ത് നോക്കേണ്ടതായിട്ടുള്ളൂ. നമുക്ക് ബേസിക്കലി ഇന്ത്യസ് ഇൻട്രസ്റ്റ് ഇസ് ബെസ്റ്റ് സെക്യൂർഡ് ബൈ മാക്സിമൈസിങ് ഇറ്റ്സ് ഓപ്ഷൻസ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇറ്റ്സ് ഫ്രീഡം ഓഫ് ചോയ്സ്. ഇതാണ് നമ്മൾ സ്ട്രാറ്റജിക് ഓട്ടോണമി വ്യൂ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് ആക്ച്വലി ഒരു NMIA, അതായത് നവി മുംബൈ എയർപോർട്ട് എന്ന് പറയുന്നത് ഒരു പ്രത്യേകിച്ച് ഒരു ഗ്രീൻഫീൽഡ് എയർപോർട്ട്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ്. മഹാരാഷ്ട്രയിലാണ് അത് വന്നേക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വലിയൊരു കിടിലം ഇൻഫോഗ്രാഫിക്സ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നു. അതുകൊണ്ട് ഇതിനകത്ത് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഇറ്റ് ഇസ് എ ന്യൂ ഗ്രീൻഫീൽഡ് എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻഫീൽഡ് എയർപോർട്ട് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഫ്രം സ്ക്രാച്ച് ഒരു അണ്ടർ ഡെവലപ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു ലാൻഡിൽ ഒരു ഫ്രം ദ സ്ക്രാച്ച് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതാണ് നമ്മൾ ഗ്രീൻഫീൽഡ് എന്ന് പറയുന്നത്. ദിസ് ബിക്കംസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് 2024 ഒരു 3 എയർപോർട്ട്സ് തന്നിട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഗ്രീൻഫീൽഡ് എയർപോർട്ട്സ് എന്ന് പറഞ്ഞിട്ട് ചോദ്യം വന്നു. സോ ഇറ്റ് ക്യാൻ ഓർ കനോട്ട് ബി റിപ്പീറ്റഡ്. നമുക്ക് പറയാം മേ ഓർ മേ നോട്ട് ബി റിപ്പീറ്റഡ്. സോ അതുകൊണ്ട് ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് മേജറായിട്ട് വന്ന ന്യൂസാണ് എന്നുള്ള കാര്യം മാത്രമായതുകൊണ്ട് നമ്മൾ നോക്കി വെക്കുക. പിന്നെ അതൊരു എന്താ പറയുക ഇവിടെ ഒരു ഓട്ടോമേറ്റഡ് പീപ്പിൾ മൂവർ APM ടെക്നോളജി ഉണ്ട്. ഇറ്റ്സ് എ ട്രാൻസിറ്റ് സിസ്റ്റം പ്ലാൻ ടു കണക്ട് ഓൾ ദി 4 പാസഞ്ചർ ടെർമിനൽസ്. പിന്നെ ഇറ്റ് ഹാസ് എ ഡെഡിക്കേറ്റഡ് സ്റ്റോറേജ് ഫോർ സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ എന്നുള്ള കാര്യം നോക്കി വെക്കുക. പിന്നെ ദിസ് ഇസ് എ ഫസ്റ്റ് എയർപോർട്ട് ഇൻ ദി കൺട്രി ടു ബി കണക്റ്റഡ് ബൈ വാട്ടർ ടാക്സീസ് എന്നുള്ള കാര്യം. ഇതൊരു ജസ്റ്റ് ഒരു ഫാക്ച്വൽ ഇൻഫർമേഷൻ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. നമുക്ക് ജസ്റ്റ് ക്വിക്കായിട്ടൊന്ന് റീക്യാപ്പ് ചെയ്യാം നമ്മൾ ഇന്നത്തേക്കാണ് കണ്ടതെന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കണ്ടത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ PDയുടെ കണ്ടു. അതിനകത്ത് ആർട്ടിക്കിൾ 22 വരുന്ന കാര്യങ്ങളാണ് കണ്ടത്. ഒരുപാട് കേസ് ലോസ് നമ്മൾ കണ്ടു ആൻഡ് ഒരുപാട് നമ്മൾ കാര്യങ്ങൾ ആ ഒരു നല്ല ഇൻട്രോ ആൻഡ് കൺക്ലൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതൊക്കെ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ആക്ച്വലി ഒരു കഫ് സിറപ്പിൻ്റെ ഇഷ്യൂ കണ്ടു.
അപ്പോൾ അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള DEG എന്ന് പറയുന്നത് ആ ഒരു ഡൈ എത്തിലിൻ ഗ്ലൈക്കോൾ. അപ്പോൾ അതെന്തിനാണ്, അത് എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ബാറ്റ്സിൻ്റെ ഒരു എങ്ങനെയാണ് അവരുടെ എവല്യൂഷൻ എന്നുള്ളത് കണ്ടു. അതിന് നമ്മളൊരു ഒരു പ്രോസസ്സ് പറഞ്ഞു, ആ ഒരു സെൽ ഡെത്ത് വരുന്നതിനെയാണ് അപ്പോപ്റ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് അത് എന്താണെന്നുള്ള കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ നമുക്ക് ആ റിന്യൂവബിൾസിൻ്റെ കാര്യം പറഞ്ഞു. അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഗുഡ് എന്തുമായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എനർജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേപ്പർ തന്നെയുണ്ട് GS3 ആ ഒരു പോർഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് എവിടെയെങ്കിലും കോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. റിന്യൂവബിൾസ് ആക്ച്വലി ഹാസ് ബിക്കം ഗ്രേറ്റർ ദാൻ കോൾ. ഓക്കെ, പിന്നെ നമുക്ക് ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി എന്താണ് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ ലാസ്റ്റ് നേവി മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒരു ഗ്രീൻഫീൽഡ് എയർപോർട്ടാണെന്നുള്ളത് കണ്ടു. സോ യെസ്, ആസ് ഓൾവേസ് കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട്, പക്ഷേ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. നമുക്ക് നോക്കാം, വിൽ റെഡ്യൂസ് ദ ടൈം. സോ ഹോപ്പ് യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ സെഷൻസ്. ദാറ്റ്സ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ഓർ അസ് എ ടീം. ബട്ട് വിൽ ട്രൈ ടു റെസ്ട്രിക്ട് ദ ടൈം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ഗ്രൂപ്പ്സിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ്സിൽ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പ്സിൽ പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജസ് അയക്കാം. സോ വാട്ട് എവർ ട്വീക്സ് that you want, namukku adu try to incorporate cheyam. Okay, so hope you have a good day. So until we meet again, goodbye.